നമസ്കാരം, എല്ലാവർക്കും ECSയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജോമെട്രിയാണ്. ജോമെട്രിയിൽ ഇപ്പോൾ 3 ക്ലാസ് കഴിഞ്ഞു. നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസിൻ്റെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. പിന്നെ നമ്മൾ ട്രയാങ്കിൾസിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ട്രയാങ്കിൾസിനകത്ത് തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് സൈൻ റൂള്, കൊസൈൻ റൂള്, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിളിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. ഒരു 4-5 ക്വസ്റ്റ്യൻ നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യും. ദെൻ നമ്മൾ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് ഒന്ന് പോകും. സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ട്രയാങ്കിൾസ് ഞാൻ പറയുന്നല്ലോ, ഓരോ പോർഷൻസിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. ജോമെട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അഡ്വാൻസ് മാത്സ്. ഈ ജോമെട്രിക്കകത്ത് തന്നെ ട്രയാങ്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രയാങ്കിൾസിനകത്ത് തന്നെ സിമിലാരിറ്റി ഇമ്പോർട്ടൻസ് ആണ്. സിമിലാരിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെൻറ്റേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കും അങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പോയേക്കുന്നത്. പക്ഷേ നമുക്ക് ഓരോ സാധനം പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ബേസിൽ നിന്ന് മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓർഡറായിട്ട് കറക്റ്റായിട്ട് പോകുന്നത്. പിന്നെ ഇവിടെ TCSൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നല്ല കിടിലൻ ക്വസ്റ്റ്യൻസ്, കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. വേറെ മെറ്റീരിയലോ വേറെ ക്ലാസ്സോ ഒന്നും തേടി പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് 2 വട്ടം ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്ത് 3 ക്ലാസ് ചെയ്തിരുന്നു. അപ്പോൾ ആ 3 ക്ലാസ് നിങ്ങൾ പഠിക്കാതെ വരരുത്. നിങ്ങൾ ആ ക്ലാസ് കാണാതിരുന്ന് ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഡൗട്ട് വരും. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ട് വരിക. നമ്മൾ ഇതിനകത്ത് സിമിലാരിറ്റി കഴിഞ്ഞിട്ട് നമ്മൾ കോൺഗ്രുവൻസി ചിലപ്പോൾ എടുക്കും, ചിലപ്പം കോൺഗ്രുവൻസി നെക്സ്റ്റ് ക്ലാസ്സിൽ ചിലപ്പം കോൺഗ്രുവൻസി വരാനാണ് സാധ്യത. സെൻറ്റേഴ്സ് ഓഫ് ട്രയാങ്കിളും തുടങ്ങാൻ. കാരണം സിമിലാരിറ്റി ഒരു ഇച്ചിരി മാസ്റ്റ് ടോപ്പിക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതിൻ്റേതായ പരിമിതികളുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, സിമിലാരിറ്റി പഠിക്കുക, സിമിലാരിറ്റിയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, നമ്മളിവിടെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്യുക, ഇവിടുത്തെ പ്രാക്ടീസ് ഷീറ്റ് ചെയ്യുക. പിന്നെന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടെത്തി, കിരൺ അങ്ങനെയുള്ള പിന്നെ ഗ്രേഡപ്പ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ഈ ഫോണിനകത്തൊക്കെ യൂസ് ചെയ്യാം. കിസ്സൊക്കെ കിട്ടും നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ, നമ്മുടെ മാത്സ് ഇമ്പ്രൂവ് ആവുള്ളൂ. എങ്കിലേ നമുക്ക് മാത്സിന് എന്താവുള്ളൂ, സ്പീഡ് കിട്ടുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മാത്സിൻ്റെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലോട്ടായിരിക്കും പോകുന്നത്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിളിൻ്റെ ആ കാര്യങ്ങൾ വരെ, തിയറി വരെ നമ്മൾ പറഞ്ഞ് നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിമിലാരിറ്റി പഠിക്കും. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചത് ഏരിയ ഓഫ് ദ ട്രയാങ്കിളിനകത്തും സൈൻ റൂള് പഠിച്ചായിരുന്നു, നമ്മൾ കൊസൈൻ റൂള് പഠിച്ചായിരുന്നു. എല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതായത് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കണം കേട്ടോ. കാരണം നമ്മളിത് കണ്ടിന്യൂഷനാണ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ജോമെട്രിയൊക്കെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം മുതലുള്ള ബേസ് വേണം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സൈൻ റൂള്, കൊസൈൻ റൂള് പഠിച്ചു, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിളിനകത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസിനകത്തോട്ട് പോകും. സിമിലാരിറ്റി, കോൺഗ്രുവൻസി ഒക്കെ പറഞ്ഞു നിർത്തും. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെൻറ്റേഴ്സ് ഓഫ് ദ ട്രയാങ്കിളിലോട്ട് പോകും. അങ്ങനെ അത്രയും പോർഷൻസ് ഉണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിയിലോട്ട് തന്നെ പോകാം. എന്നിട്ട് നമുക്ക് തുടങ്ങാം. കാരണം നമ്മൾ പഠിച്ച തിയറിയിൽ നിന്ന് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിർത്തിയ ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിയായിട്ട് കണ്ടിന്യൂഷനായിട്ട് അങ്ങ് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ എവിടെ വരെയായിരുന്നു നിർത്തിയത്? ഈ 12th ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയത് അല്ലേ? അടുത്ത 13th ക്വസ്റ്റ്യൻ നോക്കാം. 13th ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഇൻ എ ട്രയാങ്കിൾ ABC, AB equal to 8 cm, AC equal to 12 cm, and AD is the angle bisector of angle BAC. ഓക്കെ, ക്വസ്റ്റ്യൻ ഈ പറയുന്ന പോലെ നമുക്കൊന്ന് വരയ്ക്കാം. എന്താണ് പറഞ്ഞേക്കുന്നത്? ഇൻ ട്രയാങ്കിൾ ABC, AB equal to 8 cm, AB equal to 8 cm, then AC equal to 12 cm. AD is the angle bisector എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? AD is the angle bisector എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ബൈസെക്ടർ എന്താണെന്നും ആംഗിൾ ബൈസെക്ടർ തിയറം എന്താണെന്നും എൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങൾ പഠിക്കുകയും കൂടെ വേണം കേട്ടോ, അത് വേറൊരു കാര്യമാണ്. ഇതും തീറ്റ, ഇതും തീറ്റ. അപ്പം ആംഗിൾ ബൈസെക്ടർ ആണ് അല്ലേ? രണ്ടും ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് ആംഗിളിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് അല്ലേ? ഈ BAC ആംഗിൾ ടോട്ടൽ എത്രയാണ്? 60 ഡിഗ്രിയാണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ തീറ്റ ഈക്വൽ ടു എത്ര ആയിരിക്കും? 30 ഡിഗ്രി. രണ്ടും 30 ഡിഗ്രി വെച്ചിട്ടായിരിക്കും അല്ലേ? പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്? പിന്നെ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AD? ADയുടെ ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ADയുടെ ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ആംഗിൾ വന്നിട്ടുണ്ട്, 2 സൈഡ് തന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ആംഗിൾ തന്നിട്ടുണ്ട്. 2 സൈഡും ഒരു ഇൻക്ലൂഡിങ് ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു സാധനമാണ് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറിയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഓർമ്മയുണ്ടോ? അതായത് ഈ സൈഡും ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും എളുപ്പം കണ്ടുപിടിക്കാൻ?
നമുക്കറിയാവുന്ന ഒരു സാധനമുണ്ട്. എന്താണ്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ദ ട്രയാങ്കിളിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? രണ്ട് സൈഡും ഇൻക്ലൂഡിങ് ആംഗിളിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഹാഫ് എ ബി ഇൻക്ലൂഡിങ് ആംഗിൾ തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ എന്നെഴുതാം അല്ലേ? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു എന്തെഴുതാം? ഹാഫ് എ ബി സൈൻ തീറ്റ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ എഴുതി വെക്കുക കേട്ടോ. എത്ര വട്ടം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കുമെങ്കിൽ അത്രയും വട്ടം പഠിക്കുക, എഴുതി പഠിക്കുക. ഇത് തീറ്റ, ഇൻക്ലൂഡിങ് ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ രണ്ട് സൈഡും തന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻക്ലൂഡിങ് ആംഗിൾ തീറ്റയും ആണെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു എന്തെഴുതാം? ഹാഫ് എ ബി സൈൻ തീറ്റ എന്നെഴുതാം. ഹാഫ് എ ബി സൈൻ തീറ്റ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്തെഴുതാം? ഞാൻ ജസ്റ്റ് മായ്ക്കുകയാണ്. ഹാഫ് എ ബി സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിനകത്ത് നമുക്ക് എ ഡി കണ്ടുപിടിക്കാൻ ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും സമ്മായിട്ട് എഴുതിക്കൂടെ നമുക്ക് ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ഏരിയ? അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതായത് ഈ രണ്ട് ട്രയാങ്കിളിലും കോമൺ ആയിട്ടുള്ള സൈഡാണ് എ ഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ട്രയാങ്കിളിൻ്റെ സമ്മായിട്ട് എഴുതാമല്ലോ. എനിക്ക് ടോട്ടൽ ട്രയാങ്കിളിൻ്റെ സം എന്തായിട്ട് വരും? ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 12 ഇൻറ്റു ഇൻക്ലൂഡിങ് ആംഗിൾ എത്രയാണ്? 60 അല്ലേ? ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 12 ഇൻറ്റു സൈൻ 60 ഈക്വൽ ടു എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി വരും അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. അപ്പോൾ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 12 ഇൻറ്റു സൈൻ 60 ഇൻക്ലൂഡഡ് ആംഗിൾ എന്തായിരുന്നു? സൈൻ 60 ആയിരുന്നു അല്ലേ? അപ്പോൾ ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ഇനി ട്രയാങ്കിൾ എ ബി ഡിയുടെ ഏരിയ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എ ഡി അറിയില്ല അല്ലേ? 8 അറിയാം, ഇൻക്ലൂഡിങ് ആംഗിൾ അറിയാം. തീറ്റ ഈക്വൽ ടു എത്രയായിരിക്കും? 30 അല്ലേ? ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് എത്രയായിരിക്കും? 30. അപ്പോൾ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു എ ഡി ഇൻറ്റു സൈൻ 30 പ്ലസ് ഹാഫ് ഇൻറ്റു ഇപ്പുറത്തെ ഏരിയ എന്ത് വരും? ട്രയാങ്കിൾ എ ഡി സിയുടെ ഏരിയ ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു എ ഡി അല്ലേ? ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു എ ഡി ഇൻറ്റു അതും എത്ര തന്നെ? സൈൻ 30 ഡിഗ്രി. ഇനി സൈൻ 30യുടെയും സൈൻ 60യുടെ ഒക്കെ വാല്യൂ നമുക്കറിയണം. സൈൻ 30യുടെ സൈൻ 60യുടെ ഒക്കെ വാല്യൂ എത്രയാണ്? സൈൻ 60 എന്ന് പറയുമ്പോൾ എത്ര വരും? √3/2. സൈൻ 30 1/2. സൈൻ 30 1/2. അപ്പോൾ ഈ 2ഉം പോയി അല്ലേ? ഈ ഹാഫ് പോയി, ഈ ഹാഫ് പോയി, ഈ ഹാഫ് പോയി. പിന്നെന്ത് വരും? അപ്പോൾ എ ഡി ഈക്വൽ ടു എന്ത് വരും? എ ഡി ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? എ ഡി ഈക്വൽ ടു എന്ത് വരും? സൈൻ 30 8 12 20 എ ഡി ഈക്വൽ ടു 8 ഇൻറ്റു 12 ഇൻറ്റു √3 എന്ന് വരും അല്ലേ? അപ്പോൾ 8 ഇൻറ്റു 12 ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 12 എന്ന് വരില്ലേ? എ ഡി ഇങ്ങനെ കോമൺ എടുക്കാം നമുക്ക്. എ ഡി ഇങ്ങനെ കോമൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? 12 + 8 20 എന്ന് വരും. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3, ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 അല്ലേ? അപ്പോൾ 24√3/5 എന്ന് വരും ആൻസർ. എ ഡിയുടെ വാല്യൂ 24√3/5 എന്ന് വരും. എ ഡി ഈസ് ഈക്വൽ ടു 24√3/5 എന്ന് വരും. ഓക്കെ, എ ഡിയുടെ ലെങ്ത് 24√3/5 എന്ന് വരും. ഇതിങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ഒരു മെത്തേഡാണ്, നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ എടുത്തത്. നാളെ ഇൻ കേസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നുകൂടായികയില്ല. കാരണം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കുറേ ക്വസ്റ്റ്യൻസിനകത്ത് റിപ്പീറ്റ് വരുന്നുണ്ട്. അതായത് ഏതൊരു സെറ്റിനകത്താണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വരും. അപ്പോൾ ഇതേ കൺസെപ്റ്റ് തന്നെ നാളെ വരാം. ചിലപ്പോൾ എന്തെങ്കിലും മാറ്റി തരാം, ഈ തീറ്റയുടെ വാല്യൂ മാറ്റി തരാം, ചിലപ്പോൾ ഈ സൈഡുകൾ മാറ്റി തരാം. അപ്പോൾ നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റണം. ഇതിപ്പോൾ ഇങ്ങനെ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുമില്ല ചെയ്തിട്ടും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ ചെയ്യിപ്പിച്ചത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിച്ചു. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു ഇതിൻ്റെയും ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചത്. കാരണം വേറെ ഒന്നും നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുമോ? 8:12 ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ 8:12 ഇതേ റേഷ്യോയിലായിരിക്കും BD/DC എന്ന് പറയാം അല്ലേ? അതായത് 2:3 റേഷ്യോയിലാണെന്ന് പറയാം. 2:3 റേഷ്യോയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റെവാർട്ട് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തന്നെ പഠിക്കണം. ചില ക്വസ്റ്റ്യൻസിന് ചില മെത്തേഡ് ഉണ്ട്, നമ്മൾ ആ പ്രോപ്പർ മെത്തേഡ് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം.
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. In the given triangle PQR, S and T are 2 points on the side PQ. In a triangle എന്നേ ഉള്ളൂ കേട്ടോ. Given triangle തന്നിട്ടില്ല. Triangle നമ്മൾ വരയ്ക്കണം. In the triangle PQR, in a triangle PQR, in a triangle PQR, S and T are 2 points on side PQ and PR. S and T are 2 points. S and T are 2 points on side PQ. PQ ഏതാണ് S, PR ഏതാണ് T അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? Such that PS is to SQ. PS is to SQ. PS is to SQ ൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 3:4. PS is to SQ ൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 3:4 അല്ലേ? പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? PT is to TR തന്നിട്ടുണ്ട് 6:5. PT is to TRൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 6:5. ഇഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ല STQR അതായത് ഈ സാധനം അല്ലേ, തിരിച്ചായിരിക്കും വരണം. ST ഇത്രയും സാധനത്തിൻ്റെ ഏരിയ ആണ് തന്നിരിക്കുന്നത് നമുക്ക് എത്ര? 177 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? ഇത്രയും സാധനത്തിൻ്റെ ഏരിയ ആണ് തന്നിരിക്കുന്നത് നമുക്ക് 177 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ PQRൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? നോക്കിക്കോ. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും നമ്മൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ മെത്തേഡാണ് ചെയ്യുന്നത്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ മെത്തേഡ് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും സൈഡ്സിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് അല്ലേ? നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട്. ട്രയാങ്കിൾ PST എന്ന് പറയുന്ന ഒരു കുഞ്ഞു ട്രയാങ്കിളും ട്രയാങ്കിൾ PQR എന്ന് പറയുന്ന ഒരു വലിയ ട്രയാങ്കിളും അല്ലേ? രണ്ട് ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും സൈഡ്സിൻ്റെ റേഷ്യോ ആണ് അവർ തന്നിരിക്കുന്നതെങ്കിലും നമുക്ക് ആ സൈഡ്സിൻ്റെ റേഷ്യോ വെച്ച് അവരുടെ ഏരിയ ഓഫ് ദ ട്രയാങ്കിളിൻ്റെ റേഷ്യോ എഴുതിക്കൂടെ? ഏരിയ ഓഫ് ദ ട്രയാങ്കിളിൻ്റെ റേഷ്യോ എഴുതാം. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ PST ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ PST. കോമൺ ആയിട്ടൊരു സാധനമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ വെച്ച് ചെയ്യുന്നത്. ഏതാണ്? ഇൻക്ലൂഡിങ് ആംഗിൾ P അല്ലേ? അപ്പോൾ ഇൻക്ലൂഡിങ് ആംഗിൾ P, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ PST, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ PSTയുടെ ഏരിയ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? രണ്ട് സൈഡ് നമുക്ക് PS3 എന്നറിയാം, PT6 എന്നറിയാം അല്ലേ? PS3 എന്നും PT6 എന്നും അറിയാം. ഇൻക്ലൂഡിങ് ആംഗിൾ P ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 1/2 × 3 × 6 ഇൻക്ലൂഡിങ് ആംഗിൾ സൈൻ ആംഗിൾ P അല്ലേ? ഇതല്ലേ ട്രയാങ്കിളിൻ്റെ ഏരിയ, ഇതല്ലേ ട്രയാങ്കിൾ PSTയുടെ ഏരിയ. 1/2 × 3 × 6 ഇൻക്ലൂഡഡ് ആംഗിളിൻ്റെ സൈൻ അല്ലേ? അടുത്തത് ട്രയാങ്കിൾ PQRൻ്റെ ഏരിയ നമ്മൾ പറയുകയാണെങ്കിൽ ട്രയാങ്കിൾ PQ എന്ന് പറയുമ്പോൾ എത്ര വരും? 4 × 3 = 7 അല്ലേ? അതുപോലെ തന്നെ PR എന്ന് പറയുമ്പോൾ 6 + 5 = 11. അപ്പം നമുക്ക് 1/2 × 3 + 4 7 × 11 അതും എന്താണ്? ഇൻക്ലൂഡിങ് ആംഗിൾ എന്താണ്? ഈ സൈഡും അല്ലേ എടുത്തിരിക്കുന്നത്? ഇൻക്ലൂഡിങ് ആംഗിൾ എന്ത് തന്നെയാണ്? P തന്നെയാണ് അല്ലേ? അപ്പം സൈൻ ആംഗിൾ P. അപ്പോൾ ഇവിടെ രണ്ടും സൈൻ ആംഗിൾ P ആയതുകൊണ്ട് എന്തായിപ്പോയി? ക്യാൻസൽ ആയിപ്പോയി. ഹാഫും ക്യാൻസൽ ആയിപ്പോയി. അപ്പം നിങ്ങൾ ഇനി ഇത്രയും കാര്യങ്ങളൊന്നും എഴുതരുത്. ഇനി നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എന്തേ ചെയ്യാവൂ? ജസ്റ്റ് ഈ സൈഡ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 6 ബാക്കി 7 × 11. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ് റേഷ്യോ കിട്ടും. എന്ത് വന്നു റേഷ്യോ? 18/77 എന്ന് വന്നു റേഷ്യോ അല്ലേ? 18/77 എന്ന് വന്നു റേഷ്യോ. അതിൻ്റെ അർത്ഥം എന്താണ്? ഏരിയ ഓഫ് ദ കുഞ്ഞു ട്രയാങ്കിൾ PSTയുടെ ഏരിയ 18 ആണെങ്കിൽ വലിയ ട്രയാങ്കിൾ PQRൻ്റെ ഏരിയ 77 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇടയ്ക്ക് കിടക്കുന്ന പോർഷൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 77 - 18 അല്ലേ? 77 - 18 ചെയ്യുമ്പോൾ എത്ര വരും? 17 8 പോയാൽ 9, പിന്നെ 6 1 പോയാൽ 5, 59 യൂണിറ്റ്സ് എന്ന് വന്നു അല്ലേ? 59 യൂണിറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര? 177 സെൻറ്റിമീറ്റർ സ്ക്വയർ. 59 യൂണിറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനകത്ത് എത്ര? 177 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മളോട് എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. ഓ, ഇവിടെ ABC അല്ലല്ലേ, സോറി, PQR.
ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. പി ക്യു ആറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത്? 77 അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 3 cm² ആണെങ്കിൽ 77 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻറ്റു 3 അല്ലേ. 77 × 3, 77 × 3 എന്ന് പറയുമ്പോൾ 231 cm². 231 cm². ഓപ്ഷൻ ബി. ഓക്കെ, മനസ്സിലായി. ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരേ ഒരു സാധനമാണ് ഏതാണ്? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ സൈഡ് എ ഈ സൈഡ് ബി ഇൻക്ലൂഡിങ് ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് ഏരിയ ഈക്വൽ ടു എന്ത് എഴുതാം? ഹാഫ് എ ബി സൈൻ തീറ്റ. അതായത് ഈ ഒരൊറ്റ ജസ്റ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് പല ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ. ഇത് 2017 വന്നായിരുന്നു ഈ ടൈപ്പ് പ്രോബ്ലംസ് കേട്ടോ. 2017 മെയിൻസിന് എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ഇങ്ങനത്തെ ടൈപ്പ് കുറേ പ്രോബ്ലംസ് വന്നായിരുന്നു CGL-ൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2020 ആയപ്പം ചെറുതായിട്ട് TCS ഇങ്ങനത്തെയൊക്കെ റേഷ്യോയുടെ പ്രോബ്ലംസ് ഒക്കെ പിന്നെയും ചോദിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നിങ്ങൾക്ക് മനസ്സിലായാലും നമ്മൾ ആദ്യമേ സൈഡ് വെച്ച് 3:4 6:5. നമ്മൾ ട്രയാങ്കിൾ PSTയുടെ ഏരിയ കണ്ടുപിടിച്ചു, ട്രയാങ്കിൾ PQRൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ദെൻ അതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഉപയോഗം അതാണ്. ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് കാണുക, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഇതും സെയിം ടൈപ്പ് പ്രോബ്ലമാണ്. നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഇൻ ദ ഗിവൺ ഫിഗർ A:EB തന്നിട്ടുണ്ട് 3:2 അല്ലേ. A:EB എന്ന് പറയുമ്പോൾ 3:2. അപ്പോൾ ഇത് 3 ആണെങ്കിൽ ഇത് 2 അല്ലേ. 3:2 റേഷ്യോ. AF:FC തന്നിട്ടുണ്ട് 1:5. AF:FC തന്നിട്ടുണ്ട് 1:5. ദെൻ BD:DC തന്നിട്ടുണ്ട് 4:3. BD:DC തന്നിട്ടുണ്ട് 4:3 അല്ലേ. BD:DC തന്നിട്ടുണ്ട് 4:3. ഇത് റേഷ്യോയിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഏരിയ ഓഫ് ദ AFCയുടെയും ഏരിയ ഓഫ് ട്രയാങ്കിൾ ABCയുടെയും ആണ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് പ്രോപ്പർട്ടി ആയിരിക്കും? സെയിം സാധനം തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. ഇനി അത് എങ്ങനെ ചെയ്യാം നോക്കിക്കോ. നമ്മൾ ഈ ഒരു സാധനം, അതായത് ട്രയാങ്കിൾ AEFനെ കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിൾ AEFന് ഞാൻ ജസ്റ്റ് 1 എന്ന് കൊടുത്തു, ട്രയാങ്കിൾ EBDക്ക് ഞാൻ ജസ്റ്റ് 2 എന്ന് കൊടുത്തു കേട്ടോ, ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. ഇനി ട്രയാങ്കിൾ AEFൻ്റെ ഏരിയയുടെ റേഷ്യോ ഡിവൈഡഡ് ബൈ ടോട്ടൽ ട്രയാങ്കിൾ ABCയുടെ ഏരിയയുടെ റേഷ്യോ എടുക്കാമല്ലോ. എനിക്ക് കുഴപ്പമുണ്ടോ? ട്രയാങ്കിൾ 1ൻ്റെ അതായത് ട്രയാങ്കിൾ AEFൻ്റെ റേഷ്യോ ഏരിയയുടെ റേഷ്യോ ഡിവൈഡഡ് ബൈ ടോട്ടൽ ട്രയാങ്കിൾ ABCയുടെ റേഷ്യോ എടുക്കാമല്ലോ. ഇനി ഞാൻ ആ സാധനങ്ങളൊന്നും ഈ ക്വസ്റ്റ്യനിലൂടെ ഞാൻ പറയാം. അതായത് ട്രയാങ്കിൾ AEFൻ്റെ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? AE ഇൻറ്റു ഹാഫ് ഇൻറ്റു AE ഇൻറ്റു AF ഇൻറ്റു ഇൻക്ലൂഡിങ് ആംഗിൾ A അല്ലേ. അതേപോലെ തന്നെ ട്രയാങ്കിൾ ABCയുടെ ഏരിയ എടുക്കുമ്പം ഹാഫ് ഇൻറ്റു AB ഇൻറ്റു AC ഇൻറ്റു ഇൻക്ലൂഡിങ് ആംഗിൾ എന്താണ്? A തന്നെയാണ് അല്ലേ. അപ്പോൾ എങ്ങനെ വരും? ഹാഫ് ഇൻറ്റു ഇവിടെ 3 ഇൻറ്റു 1 ഇൻറ്റു സൈൻ A ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു ABC എന്ന് പറയുമ്പോൾ എന്ത് വരും? 3ഉം 2ഉം 5 അല്ലേ. ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 3 5 + 1 6 ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു സൈൻ A എന്ന് വരും. സൈൻ എ ക്യാൻസൽ ആയിപ്പോയി, 5 ക്യാൻസൽ ആയിപ്പോയി. എന്ത് വന്നു? 3:1 ശരിയല്ലേ. 3/30 എന്ന് വരും. - 1/10 അല്ലേ. എവിടെയെങ്കിലും തെറ്റിയോ? A:EB 3:2 ആണ്. AF:FC 1:5 ആണ്. ആൻഡ് BD:DC 4:3. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 × 1 ഡിവൈഡഡ് ബൈ 3 + 2 5 5 + 1 6. ഓക്കെ, 1/10. 1/ABC എന്ന് പറയുമ്പോൾ 1/10. ഓക്കെ, നമുക്ക് 2/ABCയും കൂടെ ചെയ്യാം. 2/ABC സിമിലർലി ഇതേപോലെ തന്നെ 2/ABC ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? ഇനി ഞാൻ സൈഡ്സിൻ്റെ റേഷ്യോ മാത്രമേ എഴുതുന്നുള്ളൂ. 2 എന്ന് പറയുമ്പോൾ 2 × 4 എന്ന് വരും അല്ലേ. 2 × 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ത് വരും? 4 3 7 2 3 5. അപ്പോൾ 7 × 5 8/35 എന്ന് വരും അല്ലേ. 8/35 എന്ന് വരും. അതായത് ഇതിനകത്ത് നമ്മൾ 1/ABC ചെയ്തപ്പോൾ 1/10 എന്നും ഇതിനകത്ത് 2/ABC ചെയ്തപ്പോൾ 8/35 എന്നുമാണ് വന്നല്ലേ. അതായത് രണ്ടിനകത്തും ABC ട്രയാങ്കിൾ ABCയുടെ ഏരിയ എത്രയാണ്?
35 ആണ്. അല്ലെങ്കിൽ രണ്ടിനകത്തും എ ബി സിയുടെ ഏരിയ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രയാങ്കിൾ ഏരിയയുടെ എ ബി സിയുടെ ഏരിയ ഈക്വൽ ആക്കുക. അപ്പം നമ്മൾ ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ ഒരു 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം എന്താക്കാം, ഇതിനെ നമുക്ക് 70 ആക്കാം, ഇതിനെ നമുക്ക് 70 ആക്കാം അല്ലേ. അപ്പോൾ 1/ABC ഞാൻ ഒന്ന് മാറ്റി എഴുതാണ്. ട്രയാങ്കിൾ 1ൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ എ ബി സിയുടെ ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും, 7/70. ട്രയാങ്കിൾ 2ൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും, 8 × 2 അല്ലേ, 16/70. അതായത് ടോട്ടൽ 1 + 2 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7ഉം 16 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 23 അല്ലേ. നമുക്കപ്പോൾ ബാക്കി റിമൈനിങ് പോർഷൻ എന്ന് പറയുമ്പോൾ 70ൽ നിന്ന് 23 കുറയ്ക്കുന്നതല്ലേ, കാരണം ഇതുകൂടെ ആഡ് ചെയ്യുമ്പോൾ 23 ആണ്. ടോട്ടൽ 70 ആണെങ്കിൽ 70ൽ നിന്ന് 23 കുറയ്ക്കുന്നതായിരിക്കും നമ്മുടെ ഏത് ഏരിയ, EFCD എന്ന് പറയുന്ന പാർട്ടിൻ്റെ ഏരിയ. 70ൽ നിന്ന് 21 കുറയ്ക്കുമ്പോൾ എത്രയാണ്, 47:70. 47:70 എന്ന് വരും ആൻസർ. ഓക്കെ, 47:70. ഓക്കെ, നമ്മൾ ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് 2-3 വട്ടം ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇത്ര മാത്രം എഴുതാവും കേട്ടോ. ഈ 2 × 4/7 × 5 എന്തിനാണ് ഈ ബാക്കിയുള്ള സാധനങ്ങൾ, ഇതൊന്നും വേണ്ട, സൈനൊന്നും വേണ്ട, നമുക്കറിയാം. 7/70, 16/70. എ ബി സി ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ നമ്മൾ എപ്പോഴും ഈക്വൽ ആക്കുക, കാരണം എങ്കിൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂ. കാരണം 1/ABC 1/10ഉം 2/ABC 8/35ഉം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എ ബി സിയെ സെയിം ആക്കുക. എ ബി സി സെയിം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ബി സി 70 ആണെങ്കിൽ 1 എത്ര ആയിരിക്കും, 7, 2 എത്ര ആയിരിക്കും, 16. ഓക്കെ, അപ്പോൾ 16, 7, 23 ആണ്. 70ൽ നിന്ന് 23 പോയ എത്രയാണ്, 47. Okay, so this will be the answer. Okay, നല്ല ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഞാൻ നേരത്തെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു, ഇവിടെ ഒരു ലൈൻ വരച്ച് ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഡി എന്നാണെങ്കിൽ എനിക്ക് എന്ത് പറയാം, ട്രയാങ്കിൾ എ ബി സിയുടെയും ട്രയാങ്കിൾ എ ബി ഡിയുടെയും ട്രയാങ്കിൾ എ ബി ഡിയുടെയും ട്രയാങ്കിൾ എ ഡി സിയുടെയും ട്രയാങ്കിൾ എ ബി ഡിയുടെയും ട്രയാങ്കിൾ എ ഡി സിയുടെയും ഏരിയയുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഈക്വൽ ടു എന്തായിരിക്കും, ബി ഡി ബൈ സി ഡി ആയിരിക്കും. ഓക്കെ, ബി ഡി ഡിവൈഡഡ് ബൈ സി ഡി ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് വെച്ചിട്ട് പലയിടത്തും ആപ്ലിക്കേഷനുകൾ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, 2 ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ബി ഡി ബൈ സി ഡിയുടെ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾസിൻ്റെ റേഷ്യോ കിട്ടും. അതെങ്ങനെ കിട്ടുന്നു, കറസ്പോണ്ടിങ് ബേസ് കറസ്പോണ്ടിങ് ബേസിൻ്റെ റേഷ്യോ അതേ റേഷ്യോ തന്നെ ആയിരിക്കും എന്ത്, ട്രയാങ്കിൾ എ ബി ഡിയുടെയും ട്രയാങ്കിൾ എ ഡി സിയുടെയും ഏരിയ. ഓക്കെ, നമ്മളത് പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എങ്ങനെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഹൈറ്റ് വരച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് ഹൈറ്റ് അല്ലേ. ഈ ഹൈറ്റ് ഈ ട്രയാങ്കിൾ എ ബി ഡിയുടെയും ഹൈറ്റ് ആണ്, ഈ ട്രയാങ്കിൾ എ ഡി സിയുടെയും ഹൈറ്റ് ആണ് അല്ലേ. ട്രയാങ്കിൾ എ ബി ഡിയുടെയും ഹൈറ്റ് ആണ്, ട്രയാങ്കിൾ എ ഡി സിയുടെയും ഹൈറ്റ് ആണ്. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഡിയുടെ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ട്രയാങ്കിൾ എ ബി ഡി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഡി ഇൻറ്റു ഹൈറ്റ് അല്ലേ, ഡിവൈഡഡ് ബൈ ട്രയാങ്കിൾ ബി ഡി സി എ ഡി സി
എ ഡി സിയുടെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു സി ഡി ഇൻറ്റു സെയിം ഹൈറ്റ് തന്നെയല്ലേ, സി ഡിക്ക് എക്രോസ് ആയിട്ട് ഈ വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന അതേ ഹൈറ്റ് തന്നെയാണ് ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെയും ഹൈറ്റ് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ക്യാൻസൽ ആയി പോയി. ബി ഡി ബൈ സി ഡിയുടെ അതേ റേഷ്യോ, അതായത് ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ഡി ബൈ സി ഡിയുടെ അതേ റേഷ്യോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. ബി സി 95 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബി ഡി എത്രയായിരിക്കും, സി ഡി എത്രയായിരിക്കും? അതായത് ഇതേ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ അതേ റേഷ്യോയിലായിരിക്കും എന്ത്, സൈഡ്സിൻ്റെ ബേസിനെയും ഡിവൈഡ് ചെയ്യുന്നത്. ബേസിൻ്റെ അല്ലെങ്കിൽ തിരിച്ച് ബേസിൻ്റെ അതേ റേഷ്യോയിലായിരിക്കും എന്ത്, ഏരിയയെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏരിയ തന്നിട്ടുണ്ട് 2:3 റേഷ്യോയിലാണെങ്കിൽ സൈഡ്സും എന്തായിരിക്കും, 2:3 റേഷ്യോയിലായിരിക്കും. അപ്പോൾ 95 ഡിവൈഡഡ് ബൈ 2:3 എന്ന് പറയുമ്പോൾ 5 പാർട്ട്, 95/5 19, 19 ഇൻറ്റു 2 പാർട്ടും 19 ഇൻറ്റു 3 പാർട്ടും അല്ലേ. 19 ഇൻറ്റു 2 പാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വരും 19 ഇൻറ്റു 2 38, 19 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 57. ഓക്കെ, അപ്പോൾ ഇത് 38 എന്ന് വരും, ഇത് 57 എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? ഈ സംഭവം വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ നമ്മളെ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒന്നുകൂടെ പറയാം. നോക്കിയോ, ഇൻ ദ ഗിവൺ ഫിഗർ എ ബി സി ഇസ് എ ട്രയാങ്കിൾ ഇൻ വിച്ച് 5 AD ഈക്വൽ ടു 4 CD. 5 AD ഈക്വൽ ടു 4 CD എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 5 AD ഈക്വൽ ടു 4 CD. അപ്പോൾ AD ബൈ CD റേഷ്യോ കിട്ടില്ലേ, 5 AD ഈക്വൽ ടു 4 CD. അപ്പോൾ AD ബൈ CD റേഷ്യോ എന്ത് വരും, 4/5 എന്ന് വരും. AD ബൈ CD ഈക്വൽ ടു 4/5 എന്ന് വരും അല്ലേ. അപ്പോൾ AD ഈസ് ടു CD എന്ന് പറയുമ്പോൾ AD 4 ആണെങ്കിൽ CD 5 ആയിരിക്കും അല്ലേ. അടുത്തത് എന്താണ് പറഞ്ഞേക്കുന്നത്, 2D ഈക്വൽ ടു 3B. അതൊക്കെ റേഷ്യോ തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ചുമ്മാ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ D ബൈ B നമുക്ക് എന്തെഴുതാം, D ബൈ B എന്തെഴുതാം, 3/2 വരും അല്ലേ. D ബൈ B ഈക്വൽ ടു 3/2. അതായത് D 3 ആണെങ്കിൽ B എന്തായിരിക്കും, 2 ആയിരിക്കും. ഓക്കെ, D 3 ആണെങ്കിൽ B 2 ആയിരിക്കും അല്ലേ. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE, അതായത് ഈ ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ട്രയാങ്കിൾ ABC-യുടെ ഏരിയയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ, ഏരിയയുടെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. ഏരിയയുടെ റേഷ്യോ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒന്നുകിൽ ഹാഫ് AB സൈൻ തീറ്റ വെച്ചിട്ടുള്ള സാധനമായിരിക്കും, അല്ലെങ്കിൽ ബേസ് ഇതുപോലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഈ സാധനം ബേസ് വെച്ചിട്ട് തന്നെ ചെയ്യാം. അതായത് നോക്കിക്കോ, ഈ ട്രയാങ്കിൾ, ഈ ടോട്ടൽ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനെ 4BD എന്ന് പറയുന്ന ലൈൻ 4:5 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ, ഞാനിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു ട്രയാങ്കിൾ ABDയുടെയും ട്രയാങ്കിൾ BDCയുടെയും ഏരിയയുടെ റേഷ്യോയും 4:5 ആയിരിക്കും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. 4:5 തന്നെയായിരിക്കും. കാരണം ബേസിൻ്റെ അതേ കറസ്പോണ്ടിങ് റേഷ്യോയിലായിരിക്കും ട്രയാങ്കിളിൻ്റെ ഏരിയയും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 4:5 ആണെങ്കിൽ ഇതിൻ്റെ ഏരിയയുടെ റേഷ്യോയും 4:5 ആയിരിക്കുമല്ലോ. ഇനി 4:5 പകരം എനിക്ക് 40-50 എന്ന് കൊടുക്കാമല്ലോ, കാരണം അതും റേഷ്യോ ഒന്ന് തന്നെ അല്ലേ. 4:5 തന്നെ അല്ലേ 40:50 റേഷ്യോ. 10 കട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ അല്ലേ. അപ്പം ഞാൻ 40 കൊടുത്ത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ 40 റേഷ്യോവിനെയാണ് ഇവിടെ ട്രയാങ്കിൾ ABDക്കകത്ത് എന്ത് സംഭവിച്ചിരിക്കുന്നത്, AE എന്ന് പറയുന്ന ഒരു ലൈൻ 2:3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. 2:3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ AEBയുടെയും ട്രയാങ്കിൾ AEBയുടെ ഏരിയയുടെയും ട്രയാങ്കിൾ AEDയുടെ ഏരിയയുടെയും റേഷ്യോ 2:3 ആയിരിക്കണം അല്ലേ. അപ്പം അത് 2:3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കണം ടോട്ടൽ ഏരിയ അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, 40 എന്ന് കൊടുത്തത്. അപ്പോൾ എനിക്കത് 2:3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ആ 40 ടോട്ടൽ 40 ഏരിയയെ 2:3, അതായത് 40/5, 8 പാർട്ട്, 8 ഇൻറ്റു 2 പാർട്ടും 8 ഇൻറ്റു 3 പാർട്ടും, അങ്ങനെയാണ് നമ്മൾ റേഷ്യോയിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 8 ഇൻറ്റു 2 പാർട്ട് എന്ന് പറയുമ്പോൾ ഇത്ര ഏരിയ എന്ത് വരും, 16 അല്ലേ. ഇത്ര ഏരിയ എന്ന് പറയുമ്പോൾ 24
ഈ ഏരിയ നമുക്കറിയാം 50, എല്ലാത്തിൻ്റെ ഏരിയ നമുക്കിപ്പോൾ കിട്ടി. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 50, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 16, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 24, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 40. ഇനി നമുക്ക് എന്ത് വേണം കണ്ടുപിടിക്കാം അല്ലേ? ട്രയാങ്കിൾ എ ബി ഇയുടെ ഏരിയ എന്ന് പറയുമ്പോൾ 16 ഡിവൈഡഡ് ബൈ എ ബി സി എത്ര വരും? 40 50 നമ്മൾ 90 അല്ലേ എടുത്ത്, അപ്പം 4 കട്ട് ചെയ്യുക അല്ലേ? 4 മൊത്തത്തില്ല 8/45 ഡി. സോ ആൻസർ ഈസ് 8/45. ഇതൊക്കെ കറക്റ്റ് കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് ഏരിയ എങ്ങനെ വരുന്നു, ഏരിയ സംഭവങ്ങൾ എങ്ങനെ വരുന്നു, ഇതൊക്കെ കറക്റ്റ് കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കിയോ, അടുത്ത ഏരിയ വെച്ചിട്ട് തന്നെ നോക്കാം. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ തന്നെയാണ്. ഇൻ എ ട്രയാങ്കിൾ പി ക്യു ആർ, ഇൻ എ ട്രയാങ്കിൾ പി ക്യു ആർ, ഇൻ എ ട്രയാങ്കിൾ പി ക്യു ആർ, എസ് ആൻഡ് ടി ആർ ദ പോയിന്റ്സ് ഓൺ പി ക്യു ആൻഡ് പി ആർ. എസ് ആൻഡ് ടി ആർ ദ പോയിന്റ്സ് ഓൺ പി ക്യു ആൻഡ് പി ആർ. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് എസ് ടി ഈസ് പെർപെൻഡിക്കുലർ ടു പി ആർ, ഇഫ് എസ് ടി ഈസ് പെർപെൻഡിക്കുലർ ടു പി ആർ, അപ്പോൾ ഇതെത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? എസ് ടി ഈസ് പെർപെൻഡിക്കുലർ ടു പി ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ തന്നിട്ടുണ്ട് 320. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ, ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ തന്നിട്ടുണ്ട് 320 സെൻറ്റിമീറ്റർ സ്ക്വയർ. പി ആർ ഈക്വൽ ടു 28 സെൻറ്റിമീറ്റർ. PR equal to 28 centimeter. Then QS is to PS equal to 9:7. QS is to PS is equal to 9:7. PT is to TR. PT is to TR equal to 2:5. Find the length of ST ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ST ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കിയോ, എസ് ടി ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കുറേ മെത്തേഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് പറയാം. അതായത് ട്രയാങ്കിൾ പി ക്യു ആർ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഈ ലൈൻ ഒന്ന് ജോയിൻ ചെയ്തു. ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ഏരിയ നമുക്കറിയാം എത്ര? 320 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ഏരിയ 320 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിനകത്ത് എസ് ആർ എന്ന് പറയുന്ന ലൈൻ 7:9 റേഷ്യോയിലാണ് പി എസ് ഈസ് ടു എസ് ക്യു ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ പി എസ് ആറും ട്രയാങ്കിൾ എസ് ക്യു ആറിൻ്റെയും ഏരിയയുടെ റേഷ്യോയും എന്തായിരിക്കണം? 7:9 തന്നെ ആയിരിക്കണം അല്ലേ? അതല്ലേ നമ്മളിപ്പോൾ പഠിച്ച സാധനം. അപ്പോൾ ടോട്ടൽ ഏരിയ 320 ആണെങ്കിൽ 320 ഡിവൈഡഡ് ബൈ 7:9 ആണ്. 7 + 9 16. അപ്പോൾ ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ 20, 7 പാർട്ട് എന്ന് പറയുമ്പോൾ ഇൻറ്റു 7, 9 പാർട്ട് എന്ന് പറയുമ്പോൾ ഇൻറ്റു 9. അപ്പോൾ 140 180 വരും അല്ലേ? 140 180 വരും. അപ്പോൾ ട്രയാങ്കിൾ പി എസ് ആറിൻ്റെ ഏരിയ 140, ട്രയാങ്കിൾ പി എസ് ക്യു ആറിൻ്റെ ഏരിയ 180. ട്രയാങ്കിൾ എസ് ക്യു ആറിൻ്റെ ഏരിയ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആകെ ആവശ്യമുള്ള ഏതാണ്? ട്രയാങ്കിൾ പി എസ് ആറിൻ്റെ ഏരിയ. അതായത് നമുക്ക് ഈ സാധനത്തിൻ്റെ ഏരിയ കിട്ടി. ഈ സാധനത്തിൻ്റെ ടോട്ടൽ ഏരിയ നമുക്ക് എത്ര കിട്ടി? 140 എന്ന് കിട്ടി അല്ലേ? ഇനി നോക്കിക്കോണം, എസ് ടി എന്ന് പറയുന്ന ലൈൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്? പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ പെർപെൻഡിക്കുലർ ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇതല്ലേ ഹൈറ്റ് അല്ലേ? ഇതല്ലേ ഹൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയാം. ബേസ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഹൈറ്റ് നിങ്ങൾക്ക് അറിയില്ല. ഹൈറ്റ് കണ്ടുപിടിച്ചൂടെ നിങ്ങൾക്ക്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു എത്രയാണ് ഏരിയ? 140 അല്ലേ? ഇതോടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 14. H ഈക്വൽ ടു എത്ര വരും? 10 സെൻറ്റിമീറ്റർ. ഓക്കെ, H ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ അഥവാ ഹൈറ്റ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഇത് എന്തുകൊണ്ട് ഹൈറ്റ് ആണ്? ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ നമുക്കറിയാം, ഇതിൻ്റെ ബേസ് നമുക്കറിയാം. ഈ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാമല്ലോ. വേറെ മെത്തേഡുകളുണ്ട്. ഞാൻ എളുപ്പമുള്ളൊരു മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ദി ട്രയാങ്കിളും കഴിഞ്ഞ് അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എല്ലാത്തിനകത്തും വെറൈറ്റി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പാട് വരുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് TCS ഇപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ സോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ സൈൻ്റെയും കൊസൈൻ്റെയും സൈൻ റൂളും കൊസൈൻ റൂളിൻ്റെ ഒന്നും സാധനമൊന്നും ശരിക്കും വേറെ എങ്ങും പഠിപ്പിക്കുന്നത് ഞാനെങ്ങും കണ്ടിട്ടില്ല. പക്ഷെ നമ്മളെല്ലാം പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏരിയ ഓഫ് ദ ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ സിമിലാരിറ്റിയിലോട്ടാണ് പോകുന്നത്. ഓക്കെ, സിമിലാരിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കോൺഗ്രുവൻസി എന്ന് വലിയ ക്വസ്റ്റ്യൻ വരാറില്ല. കോൺഗ്രുവൻസി നമുക്ക് ജസ്റ്റ് തിയറി നോക്കിയിട്ട് സെൻറ്റേഴ്സ് ഓഫ് ദ ട്രയാങ്കിൾ തുടങ്ങണം. കാരണം സെൻറ്റേഴ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്റേഴ്സ് ഓഫ് ദ ട്രയാങ്കിളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ SSCയുടെ എക്സാം പോവില്ല. അപ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സെൻറ്റേഴ്സ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പം നോക്കിയോ, സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ്. സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് ഇമ്പോർട്ടൻറ്റും ആണ്. നിങ്ങൾ പണ്ട് പഠിച്ചതുമാണ് അല്ലേ? എന്താണ് സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ട്രയാങ്കിൾസിൻ്റെ സിമിലാരിറ്റി കൊണ്ട് നിങ്ങൾക്ക് എന്തറിയാം? എന്താണ് സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. എന്താണ് അതിനർത്ഥം? സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അനിയൻ ബന്ധം, അതാണ് ശരിക്കും സിമിലാരിറ്റി. അതായത് ഒരേപോലെ തോന്നും പക്ഷെ ഒന്നല്ല, അതാണ് സിമിലർ. സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരേപോലെ സാമ്യതയുണ്ട്. അപ്പോൾ ആ സാമ്യത ഉണ്ടാവാൻ നമുക്ക് എന്താണ് തോന്നുന്നത്? ഷേപ്പ് സെയിം ആയിരിക്കും അവരുടെ. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള സാധനങ്ങളാണ് സിമിലർ ട്രയാങ്കിൾസിനകത്ത് വരുന്നത്. സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് വരണമെങ്കിൽ നമുക്ക് ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ആദ്യം എന്ത് പറഞ്ഞു? ഷേപ്പ് സെയിം ആയിരിക്കണം. അപ്പം ഷേപ്പ് സെയിം ആവണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തായേ പറ്റുള്ളൂ? മൂന്ന് ആംഗിൾസും ഈക്വൽ ആവണം അല്ലേ? അതായത് ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ A ആവണം അല്ലേ? ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആവണമെങ്കിൽ എന്തൊക്കെയായിരിക്കണം കണ്ടീഷൻ? എന്തായിരിക്കണം? മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ A, പിന്നെന്തായിരിക്കണം? ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ B, ആംഗിൾ R ഈക്വൽ ടു ആംഗിൾ C. ഓക്കെ, ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ B, ആംഗിൾ R ഈക്വൽ ടു ആംഗിൾ C. അതായത് ടു ട്രയാങ്കിൾസിൻ്റെ 3 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. അതായത് അവർ സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. ഇനി സിമിലാരിറ്റി നമുക്ക് ട്രയാങ്കിൾസിൽ മാത്രമല്ല, നമുക്ക് എല്ലാത്തിലും സിമിലാരിറ്റി പറയാം. അതായത് രണ്ട് സർക്കിൾസ് എന്താണ്? ഓൾവേസ് സിമിലർ ആണ്. രണ്ട് സർക്കിൾസ് ഓൾവേസ് സിമിലർ ആണ്, ഒരേപോലെയാണ്. പക്ഷെ എന്താണ്? അവരുടെ സൈസിലൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഷേപ്പ് എന്താണ്? സെയിം ആണ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് സിമിലാരിറ്റി പറയുന്നത്. ഓക്കെ, രണ്ട് റെക്റ്റാങ്കിൾ, ഒരു വലിയ റെക്റ്റാങ്കിളും ഒരു കുഞ്ഞു റെക്റ്റാങ്കിളും എന്താണ്? സിമിലർ ആണ്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സിമിലർ ആണ്. ഇനി ട്രയാങ്കിൾസിൻ്റെ കേസ് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ട്രയാങ്കിൾസിൻ്റെ കേസ് നോക്കുമ്പോൾ നമ്മൾ പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂന്ന് ആംഗിൾസ്, ഒരു ട്രയാങ്കിൾസിൻ്റെ മൂന്ന് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ, ഇനി മൂന്ന് ആംഗിൾസ് പറയേണ്ട കാര്യമുണ്ടോ? അതും വേണ്ട, രണ്ട് ആംഗിൾസ് ഈക്വൽ ആയാൽ മതി. കാരണം എന്താണ്? രണ്ട് ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവും അല്ലേ? കാരണം ടോട്ടൽ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്താണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയാൽ മാത്രം മതി നമുക്ക് എന്ത് പറയാം? സിമിലർ ട്രയാങ്കിൾസ്. ഇഫ് ടു ആംഗിൾസ് ഓഫ് എ triangle is equal to, if two angles of a triangle are equal, then the triangles can be set similar. or നമുക്ക് അവരെ എന്ത് വിളിക്കാം? സിമിലർ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. രണ്ട് ട്രയാങ്കിൾസിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് അവരെ എന്ത് വിളിക്കാം? സിമിലർ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഇത് 50 ഡിഗ്രി, ഇത് 60 ഡിഗ്രി,
ഇത് 70 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 50 ഡിഗ്രി ആവണം, ഇവിടെ 60 ഡിഗ്രി ആവണം, ഇവിടെ 70 ഡിഗ്രി ആവണം. ബട്ട് എ ബിയും പി ക്യൂവും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവണ്ട. 3 ആംഗിൾസും ഈക്വൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാം. പക്ഷെ നമുക്ക് അവരുടെ സൈഡ്സിനെ കുറിച്ചൊരു പ്രത്യേകത പറയാം. എന്താണ്? ഈ ആംഗിൾസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ. ആക്ച്വലി അതൊരു സ്കെയിലിംഗ് ഫാക്ടർ പോലെയാണ്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ സാധനത്തിന് ഞാൻ 3, 4, 5. ഓക്കെ, ഇതിന് ഞാനിപ്പോൾ ഒരു 6, 8, 10. ഓക്കെ, രണ്ട് ട്രയാങ്കിൾസും എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ 3, 4, 5 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഈ 3, 4, 5ൻ്റെ ഒരു ഡബിൾ ആണല്ലേ. ഒരു 3, 4, 5 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിന് ഒന്ന് ഡബിൾ. അതിൻ്റെ സ്കെയിലിംഗ് ഫാക്ടർ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? *2 ആണ് വന്നിരിക്കുന്നത്. *2 വന്നപ്പോൾ ഇവിടെ സൈഡ് 6 ആയി, ഇവിടെ 8 ആയി, ഇവിടെ 10 ആയി അല്ലേ. സ്കെയിലിംഗ് ഫാക്ടർ, അതായത് ഓരോ സൈഡ്സിലും ആ സ്കെയിലിംഗ് ഫാക്ടർ ഉണ്ടായി. 3 6 ആയി, 5 10 ആയി, 4 8 ആയി അല്ലേ. അപ്പൊ കറസ്പോണ്ടിങ് സൈഡ്സിൽ എന്താണ് ഉണ്ടാവുന്നത്? കറസ്പോണ്ടിങ് സൈഡ്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് എല്ലാ കറസ്പോണ്ടിങ് സൈഡ്സിലും ഒരുപോലെ ആയിരിക്കും അല്ലെ. അതായത് നമുക്ക് പറയാം, എന്ത് പറയാം? കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി കറസ്പോണ്ടിങ് സൈഡ്സ് എങ്ങനെ എഴുതും? സിമിലാരിറ്റി വെച്ച് എഴുതാം. അതായത് നമ്മൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ PQR. ട്രയാങ്കിൾ PQR ഈസ് സിമിലർ. സിമിലർ എന്ന് പറയുന്നതിന്റെ സിമ്പിൾ എന്താണ്? ഇതാണ് സിമിലാരിറ്റിയുടെ സിമ്പിൾ. ഓക്കെ, ട്രയാങ്കിൾ PQR ഈസ് സിമിലർ ടു എന്ത് പറയാം? ട്രയാങ്കിൾ ABC. ഇനി PQR ഈസ് സിമിലർ ടു ഏത് ട്രയാങ്കിൾ ആണ് നമ്മൾ എഴുതുന്നതിന് ഒരു രീതിയുണ്ട്. നമ്മൾ പിയുടെ ആംഗിളിന് ഏറ്റവും സെയിം ആയിട്ട് കിടക്കുന്ന ഏതാണ്? A. ക്യൂവിന് ഏതാണ്? B. ആറിന് ഏതാണ്? C. അപ്പം നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും വരത്തില്ല. ട്രയാങ്കിൾ ABC സിമിലർ ആണെന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സൈഡ്സ് എടുക്കുമ്പോൾ നമുക്ക് തെറ്റില്ല. ഓക്കെ, കറസ്പോണ്ടിങ് സൈഡ്സ് എഴുതുമ്പോൾ നമ്മൾക്ക് എങ്ങനെ തെറ്റില്ല? നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി: PQ ഡിവൈഡഡ് ബൈ AB. PQ ഡിവൈഡഡ് ബൈ AB ഈക്വൽ ടു, നോക്കിക്കോണം, QR ഡിവൈഡഡ് ബൈ BC. QR ഡിവൈഡഡ് ബൈ BC. നോക്കിക്കോണം, PR ഡിവൈഡഡ് ബൈ AC ഈക്വൽ ടു PR ഡിവൈഡഡ് ബൈ AC. അത് തന്നെയല്ലേ സൈഡ്സ്? നോക്കിയാൽ നിങ്ങൾ PQ ഡിവൈഡഡ് ബൈ AB. PQ ഇതാണ്, AB ഇതാണ് അല്ലേ. QR ഏതാണ്? BC. QR BC. QR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 750യുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത്. BCയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത്. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഈ ട്രയാങ്കിളിന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? PQ ബൈ സാധനം എല്ലാം റേഷ്യോ 1/2 ആയിരിക്കും അല്ലെ. അതായത് ആ സ്കെയിലിംഗ് ഫാക്ടർ നമുക്ക് എത്ര കിട്ടി? 1/2 ആയിരിക്കും. ഇതാണ് സിമിലാരിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അതായത് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതിന് കറസ്പോണ്ടിങ് ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സൈഡ്സിൻ്റെ റേഷ്യോയും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് സൈഡ്സിൻ്റെ റേഷ്യോ മാത്രമേ ഉള്ളൂ ഇങ്ങനെ? അല്ല, ഈ ട്രയാങ്കിളിൻ്റെ എന്ത് ഗുണങ്ങൾ എടുത്താലും അതെല്ലാം ഇതേ റൂൾ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് ഞാൻ ഗുണങ്ങളെന്ന് ഉദ്ദേശിച്ചത്, ഈ രണ്ട് സാധനത്തിന് ആംഗിൾ ബൈസെക്ടർ ഉണ്ടാവുമല്ലോ, ഈ രണ്ട് ട്രയാങ്കിളിനും സർക്കം റേഡിയസ് ഉണ്ടാവുമല്ലോ, ഈ രണ്ട് ട്രയാങ്കിളിനും ഇൻ റേഡിയസ് ഉണ്ടാവും, മീഡിയൻ ഉണ്ടാവും. അതെല്ലാം എന്തായിരിക്കും? ഇതേ റേഷ്യോയിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, കാരണം സ്വന്തം അനിയനല്ലേ, അപ്പോൾ എല്ലാ ഗുണങ്ങളും എന്തായിരിക്കും? അതേപോലെ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾ ABC PQR ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ. ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ആൽഫ, ഇത് ഗാമ. ഓക്കെ, രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾസിൻ്റെ 3 ആംഗിൾസ് ഈക്വൽ ആണ്. പക്ഷേ ആ 3 ആംഗിൾസ് ഒരേപോലെ അല്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതും സിമിലാരിറ്റി? ട്രയാങ്കിൾ ABC
ഈസ് സിമിലർ. ട്രയാങ്കിൾ എ ബി സി സിമിലർ. ട്രയാങ്കിൾ എ ബി സിയിൽ എയുടെ ആംഗിൾ എത്രയാണ്? ആൽഫ. പക്ഷെ പി ക്യു ആറിനകത്ത് എയുടെ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ എവിടെയാണ് കിടക്കുന്നത്? ക്യൂ ആണ്. അപ്പം നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ക്യൂവിൽ നിന്ന് തുടങ്ങണം. ഓക്കെ. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സൈഡ് എന്ന് പറയുമ്പോൾ ബീറ്റയാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബീറ്റ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏതാണ് വെർട്ടെക്സ്? പി. അങ്ങനെയാണെങ്കിൽ ക്യൂ പി ആർ. കറക്റ്റ് സിമിലാരിറ്റിയുടെ റേഷ്യോ വരുന്നത് എങ്ങനെയാണ്? അപ്പം ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ ക്യൂ പി ആർ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ട്രിക്ക് വെച്ചിട്ട് എ ബി ബൈ ക്യൂ പി ഈക്വൽ ടു ബി സി ബൈ പി ആർ ഈക്വൽ ടു എ സി ബൈ ക്യൂ ആർ നമുക്ക് എന്ത് എഴുതാം? ഡയറക്റ്റ് എഴുതാം അല്ലേ? എ ബി ഡിവൈഡഡ് ബൈ ക്യൂ പി ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ പി ആർ ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ ക്യു ആർ. ഇതായിരിക്കും കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ അല്ലെ? കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ. ഇതേ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും. ഞാൻ ഇവിടെ നിന്നൊരു ഹൈറ്റ് വരച്ചു. ഇതിന് ഞാൻ h1 എന്ന് കൊടുത്തു, ഈ ഹൈറ്റിന് ഞാൻ h2 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഹൈറ്റ്സിൻ്റെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ റൂള് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുണ്ടെങ്കിലും അങ്ങനെ ഫോളോ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ സർക്കം റേഡിയസ്, രണ്ട് ട്രയാങ്കിളിൻ്റെയും സർക്കം റേഡിയസിൻ്റെ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാലും എന്തായിരിക്കും? സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഇതേ റേഷ്യോ തന്നെ ഫോളോ ചെയ്യും. അതുപോലെ തന്നെ ഇൻ റേഡിയസിൻ്റെ റേഷ്യോ ആണെങ്കിലോ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യും. അതുപോലെ തന്നെ സെൻട്രോയിഡ് ആണെങ്കിലും മീഡിയൻ്റെയും അതായത് വൺ ഡയമെൻഷനായിട്ട് കിടക്കുന്ന എല്ലാ സാധനങ്ങളുടെയും റേഷ്യോ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ അതേ ഫോളോ ചെയ്യും. അതേ സ്കെയിലിംഗ് ഫാക്ടർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. ട്രയാങ്കിൾ എ ബി സി PQR. രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ആണ് കേട്ടോ. അടുത്തത് ഓക്കെ. രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ആണ്. രണ്ട് സിമിലർ ട്രയാങ്കിൾസിനകത്ത് സൈഡ് ആംഗിൾസിൻ്റെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി ആണ്, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ്, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ ആണ്. അതായത് നോർമൽ തന്നെ. ഓക്കെ. അപ്പം നമുക്ക് എന്തെഴുതാം? ട്രയാങ്കിൾ എ ബി സി സിമിലർ എന്തെഴുതാം? ട്രയാങ്കിൾ പി ക്യു ആർ. ഇനി നമ്മൾ സിമിലാരിറ്റി ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ സൈഡ്സ് എഴുതി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു എന്താണ് സ്കെയിലിംഗ് ഫാക്ടർ. ആ ഒരു സാധനം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു സാധനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളിനകത്തും കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ ആറും ആംഗിൾ സിയും, കാരണം ഇതിനകത്തെ ട്രയാങ്കിളിനകത്ത് ഒറ്റ സൈഡേ തന്നിട്ടുള്ളൂ അല്ലേ? ബാക്കി രണ്ട് സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതേ ആറിൻ്റെ സെയിം കിടക്കുന്ന ഇവിടെ എത്രയാണ്? സി 5.7 സെൻറ്റിമീറ്റർ അല്ലേ? 5.7 ആണെങ്കിൽ 11.4 ആണെങ്കിൽ എന്തായിരിക്കും ബന്ധം? സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? × 2 ആണ് അല്ലേ? × 2 ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാ സൈഡിനും എന്തായിരിക്കും സംഭവിക്കുന്നത്? × 2 ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ 18 × 2 ഇവിടെ എത്ര വരും? QR ഈക്വൽ ടു എത്രയായിരിക്കും? 36 സെൻറ്റിമീറ്റർ. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ 9.2 ആണെങ്കിൽ PR ഈക്വൽ ടു എന്ത് വരും? 9.2 × 2 ഈക്വൽ ടു 18.4 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ. ദിസ് ഈസ് ആക്ച്വലി സിമിലാരിറ്റി. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ എഴുതാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ എഴുതാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് കൺഫ്യൂഷനൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി ചെയ്തു. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഏത് ലെവലിലോട്ട് എത്തുക? നിങ്ങൾ ഈ ഒരു ലെവലിലോട്ട് എത്തുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ആംഗിൾ നോക്കിയിട്ട് ജസ്റ്റ് കറസ്പോണ്ടിങ് സൈഡ് അതാണെങ്കിൽ സ്കെയിലിംഗ് ഫാക്ടർ ഇത്ര ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ സിമിലാരിറ്റി. ഇനി ഈ സിമിലാരിറ്റിക്കകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ
ഇതേപോലെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയും കറസ്പോണ്ടിങ് സർക്കം റേഡിയസിൻ്റെ ആണെങ്കിലും മീഡിയൻ്റെ ആണെങ്കിലും ഹൈറ്റിൻ്റെ ആണെങ്കിലും എല്ലാം റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അതേപോലെ തന്നെ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ ഏരിയയുടെ റേഷ്യോ എന്തായിരിക്കും? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ പി ക്യു ആർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് എ ബി സിയും പി ക്യു ആറും. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ പി ക്യു ആർ, അതിൻ്റെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം വരെ പഠിച്ചുകൊണ്ടിരുന്ന അതേ സ്കെയിലിംഗ് ഫാക്ടറിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് സൈഡ്സ്, ആ കറസ്പോണ്ടിങ് സൈഡിൻ്റെ റേഷ്യോയുടെ എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എ ബി ബൈ പി ക്യു ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എ സി ബൈ പി ആർ, ഏതെങ്കിലും സൈഡ്സിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ സിമിലർ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ മാത്രമല്ല അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇനി ഏരിയ വന്നതുകൊണ്ടാണ് ഇത് സ്ക്വയർ ആയത്. വോളിയം ആയിരുന്നെങ്കിൽ എന്തായാലും ക്യൂബ് ആയിരുന്നു. ഇതെങ്ങനെ വരുന്നു നോക്കാം. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി, അത് പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു എന്തെഴുതാം? ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു, ഇവിടെ നിന്ന് ഞാൻ ഒരു ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹൈറ്റ് ഈക്വൽ ടു എന്ത് വരും? H1. ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു H1 അല്ലേ? അടുത്തത് ഹാഫ് ഇൻറ്റു ഈ ട്രയാങ്കിളിൻ്റെ പറഞ്ഞു കഴിഞ്ഞാലോ ഹാഫ് ഇൻറ്റു ക്യു ആർ ഇൻറ്റു, ഇവിടെ നിന്ന് ഞാനൊരു ഹൈറ്റ് ഡ്രോപ്പ് ചെയ്തു H2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ബി സി ബൈ ക്യു ആർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരുന്നു വന്നേ? ബി സി ബൈ ക്യു ആർ. ബി സി ബൈ ക്യു ആർ ഈക്വൽ ടു നമ്മുടെ സൈഡിൻ്റെ റേഷ്യോ അല്ലേ? കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ. അതേപോലെ തന്നെ H1 ബൈ H2 എന്താണ്? അതും കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ അല്ലേ? ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു. ഓക്കെ, കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ദേ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ, ഹൈറ്റിൻ്റെ റേഷ്യോയും എന്ത് തന്നെയാണ്? കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ തന്നെയാണ്. അപ്പം എ സി ബൈ ക്യു ആർ നമുക്ക് എന്ത് വരുന്നു? സാധനം എ സി ബൈ പി ആർ, എ ബി ബൈ പി ക്യു. അപ്പം നമുക്ക് ഇതിനകത്ത് ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു ക്യു ആർ വന്നു. ഈ H1 ബൈ H2വിന് പകരവും നമുക്ക് അതേ സാധനം തന്നെ അല്ലേ വരുന്നത്? അപ്പോൾ ഈ ബി സി ബൈ ക്യു ആർ എന്ന് പറയുന്ന ഈ സാധനത്തിന് ഞാനൊരു സ്കെയിലിംഗ് ഫാക്ടർ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊരു കെ എന്നങ്ങ് കൊടുത്തു. അതായത് ഈ സ്കെയിലിംഗ് ഫാക്ടറിന് ഞാൻ കെ എന്നങ്ങ് കൊടുത്തു. ഓക്കെ, ആ സ്കെയിലിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ആ റേഷ്യോയ്ക്ക് ഞാൻ കെ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കെ 2 വട്ടം മൾട്ടിപ്ലൈ ആവുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു കെ വരുന്നുണ്ട്, ഇതിലും നിന്നും ഒരു കെ വരുന്നുണ്ട്, ബി സി ബൈ ക്യു ആറിൽ നിന്നും ഒരു കെ വരുന്നുണ്ട്, H1 ബൈ H2വിൽ നിന്നും ഒരു കെ വരുന്നുണ്ട്. അങ്ങനെ 2 കെ ആയിട്ട് കെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവും. അതുകൊണ്ടാണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എടുക്കുമ്പോൾ നമ്മൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ എന്തെടുക്കുന്നത്? കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയുടെ സ്ക്വയർ എടുക്കുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയുടെ സ്ക്വയർ ആയിരിക്കും ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. ഫോർ എക്സാമ്പിൾ, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്, എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബി 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, പി ക്യു 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ 27 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ഏരിയ എന്തായിരിക്കും? ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ ട്രയാങ്കിൾ എ ബിയും പി ക്യു എന്താണ്? കറസ്പോണ്ടിങ് സൈഡ്സ് ആണ്. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എന്താണ്? 3/4 അല്ലേ? അപ്പോൾ ഏരിയയുടെ റേഷ്യോ എന്താണ്? 3/4 ആണ് സൈഡ്സിൻ്റെ റേഷ്യോ എങ്കിൽ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ? അപ്പം 9/16 എന്ന് വരും. അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 9 ആണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 16 അതല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പം 9 യൂണിറ്റ്സിന് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? 27 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം 9 യൂണിറ്റ്സിന് 27 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? ഇൻറ്റു 3 അല്ലേ? അപ്പോൾ 16 യൂണിറ്റ്സിന് എന്തായിരിക്കും വരുന്നത്? 16 ഇൻറ്റു 3 48 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, 48 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ആ എക്സാമ്പിൾ നമുക്ക് തിയറത്തിനകത്തുനിന്ന് തന്നെ പഠിക്കാം.
അതായത് എല്ലാവരും ഹെഡിങ് കൊടുത്തു തെയിൽസ് തിയറം. തെയിൽസ് തിയറം. തെയിൽസ് തിയറം. നോക്കിയോ, എന്താണ് തെയിൽസ് തിയറം പറയുന്നത്? ഒരു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന് ബി സിക്ക് പാരലായിട്ട് ഞാനൊരു ലൈൻ വരച്ചു. ബി സിക്ക് പാരലായിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു. പി ക്യൂ എന്ന് പേര് കൊടുത്തു. കാരണം ആ പി ക്യൂ എന്ന് പറയുന്ന രണ്ട് പോയിന്റിൽ വന്ന് കൂട്ടിമുട്ടും അല്ലേ? ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് സാധനം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രണ്ട് ട്രയാങ്കിൾസ് ആണ് സിമിലർ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ രണ്ട് സാധനം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് സിമിലർ എന്ന് പറയാൻ പറ്റുമോ? നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് ട്രയാങ്കിളിനകത്ത് ഈ കുഞ്ഞു ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണ് അല്ലേ? ഈ കുഞ്ഞു ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും സിമിലർ ആണ്. അത് എങ്ങനെയാണ് സിമിലർ ആവുന്നത്? ഈ ലൈൻ പാരലൽ അല്ലേ വരച്ചിരിക്കുന്നത്? പാരലൽ ലൈൻ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും അല്ലേ? ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. എന്തുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ? അതുപോലെ തന്നെ ഇത് ആൽഫ ആണെങ്കിൽ ഇതും ആൽഫ ആയിരിക്കും അല്ലേ? ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയായിരിക്കും, ഇത് ആൽഫയാണെങ്കിൽ ഇത് ആൽഫയായിരിക്കും. കാരണം പാരലൽ ലൈൻസ് ആണ് അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രയാങ്കിൾ എ പി ക്യൂവിൻ്റെയും ട്രയാങ്കിൾ എ ബി സിയുടെയും രണ്ട് ആംഗിൾസ് ഈക്വലായി. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവും. സോ 3 angles of 2 triangles are equal when the triangles are said to be similar. ഓക്കെ, ട്രയാങ്കിൾസ് സിമിലർ ആയി അല്ലേ? ട്രയാങ്കിൾ എ പി ക്യൂ സിമിലർ. ട്രയാങ്കിൾ എ പി ക്യൂ സിമിലർ. എ പിയുടെ സ്ഥാനത്ത് എന്താണ്? ബി അല്ലേ? അപ്പം എ ബി സി. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ സിമിലാരിറ്റി എഴുതുന്നത്. ഞാൻ പറഞ്ഞു എപ്പോഴും കറസ്പോണ്ടിങ് ആംഗിൾസ് നോക്കിയിട്ടേ സിമിലാരിറ്റി എഴുതാം. ട്രയാങ്കിൾ എ പി ക്യൂ ഈസ് സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി എന്ന് എഴുതാം അല്ലേ? അതായത് ട്രയാങ്കിൾ എ പി ക്യൂ സിമിലർ ടു എ ബി സി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എ പി ബൈ എ ബി ഈക്വൽ ടു പി ക്യൂ ബൈ ബി സി ഈക്വൽ ടു എ ക്യൂ ബൈ എ സി. ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എഴുതിക്കൂടെ ഈക്വൽ ആണെന്ന്? അതായത് എ പി ബൈ എ ബി എന്ന് എഴുതി അല്ലേ? എ പി ബൈ എ ബി ഈക്വൽ ടു എ ക്യൂ ബൈ എ സി. എ ക്യൂ ബൈ എ സി. ഇനി ഈ രണ്ടിനകത്തൊന്നും ഞാനൊരു -1 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് -1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എ പി മൈനസ് എ ബി എന്ന് വരില്ലേ? എ പി എ ക്യൂ ബൈ എ സി. ഒന്ന് തിരിച്ചെഴുതും. അതായത് എ പി ബൈ എ ബി ആ സാധനത്തിന് ഒന്ന് തിരിച്ചെഴുതി ഞാൻ. എ ബി ബൈ എ പി ഈക്വൽ ടു എ സി ബൈ എ ക്യൂ എന്ന് വന്നു. ഇനി ഇതിനകത്തുനിന്ന് ഞാൻ ഒരു രണ്ട് -1 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ -1 രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ? അപ്പോൾ എ ബി മൈനസ് എ പി എന്ന് വരും. എ ബി മൈനസ് എ പി എന്ന് പറയുമ്പോൾ ടോട്ടൽ ആണല്ലേ? എ ബി മൈനസ് എ പി എന്ന് പറയുമ്പോൾ എന്ത് വരും? ബി പി അല്ലേ? അതായത് ബി പി ഡിവൈഡഡ് ബൈ എ പി ഈക്വൽ ടു എന്തെഴുതാം നമുക്ക്? ക്യു സി ഡിവൈഡഡ് ബൈ എ സി എന്ന് വരും. ഓക്കെ, ബി പി ഡിവൈഡഡ് ബൈ എ പി ഈക്വൽ ടു ക്യു സി ഡിവൈഡഡ് ബൈ എ സി എന്ന് വരും. അതായത് ശരിക്കും ഇതാണ് തെയിൽസ് തിയറത്തിനകത്ത് പറയുന്നത്. ബി പി ഡിവൈഡഡ് ബൈ എ പി ഈസ് ഈക്വൽ ടു, അതായത് എ പി ഡിവൈഡഡ് ബൈ എ ബി നമ്മൾ എഴുതിയിരുന്നു. അതുപോലെ തന്നെ ബി പി ഡിവൈഡഡ് ബൈ എ പി ആണോ വരുന്നത്? ബി പി ഡിവൈഡഡ് ബൈ എ പി ഈസ് ഈക്വൽ ടു ക്യു സി ഡിവൈഡഡ് ബൈ എ സി. അല്ലെങ്കിൽ അത് തിരിച്ചു ഒന്ന് എഴുതാം. എ പി divided by BP equal to AQ divided by QC. This is what is we called Thales theorem.
ഓക്കെ, എ പി ഡിവൈഡഡ് ബൈ ബി പി ഈസ് ഈക്വൽ ടു എ ക്യു ഡിവൈഡഡ് ബൈ ക്യു സി. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ ഇതേ ബൈ ഇതേ റേഷ്യോ തന്നെ ആയിരിക്കും, ഇതേ ബൈ ഇത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇതേ ബൈ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ്, ഇതേ ബൈ കുഞ്ഞു ട്രയാങ്കിളിൻ്റെ സൈഡ്. ജസ്റ്റ് ഇത്രേ ഉള്ളൂ തെയിൽസ് തിയറത്തിനകത്ത് പറയുന്നത്. ഇനി തെയിൽസ് തിയറത്തിൻ്റെ കോൺവേഴ്സ് ഒക്കെയും ട്രൂ ആണ്. അതായത് നമ്മൾ തെയിൽസ് തിയറത്തിനകത്ത് പറഞ്ഞ എന്താണ്, ഇവിടെ നിന്ന് നമ്മളൊരു ലൈൻ എടുത്ത് ഈ ലൈൻ, അതായത് തെയിൽസ് തിയറത്തിൻ്റെ മിഡ് പോയിന്റ് തിയറം തെയിൽസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അതുകൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞേക്കാം, അപ്പോൾ അതുകൂടെ അങ്ങ് കഴിയുമല്ലോ. അതായത് ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന പേര് കൊടുത്തു. ഓക്കെ, എ ബി സിയിൽ ഞാൻ ഈ ട്രയാങ്കിൾ എ ബിയുടെ മിഡ് പോയിന്റ് എടുത്തു, അതുപോലെ തന്നെ എ സിയുടെ മിഡ് പോയിന്റ് എടുത്തു. എന്നിട്ട് ഇത് രണ്ടും ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ, എ സിയുടെ മിഡ് പോയിന്റ് എടുത്തു, ജോയിൻ ചെയ്തു. ഇത് പാരലാണ്. അങ്ങനെയാണെങ്കിൽ പാരലാണെങ്കിൽ എന്ത് വരും, ട്രയാങ്കിൾ ഞാൻ പി എന്നും ക്യൂ എന്നും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രയാങ്കിൾ എ പി ക്യൂവും ട്രയാങ്കിൾ എ ബി സിയും എന്തായി, സിമിലർ ട്രയാങ്കിൾസ് ആയി അല്ലേ. സിമിലർ ട്രയാങ്കിൾസിനകത്ത് നമുക്കറിയാം എ പിയും ബി പിയും മിഡ് പോയിന്റ് ആണെങ്കിൽ ഇതും 1:1 റേഷ്യോ ആണ് നമുക്കറിയാം അല്ലേ. അതേപോലെ തന്നെ ഇതും എന്താണ്, 1:1 റേഷ്യോ ആണ്. കാരണം ഇത് രണ്ടും എന്താണ്, മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് മിഡ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, രണ്ട് ട്രയാങ്കിൾ എ പി ക്യൂവും സിമിലർ ട്രയാങ്കിൾ ഏതാണ്, എ ബി സി ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എ പി ബൈ എ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും, എ പി ബൈ എ ബി ഈസ് ഈക്വൽ ടു പി ക്യൂ ഡിവൈഡഡ് ബൈ ബി സി ഈസ് ഈക്വൽ ടു എ ക്യൂ ഡിവൈഡഡ് ബൈ എ സി. ഇതിനകത്ത് ഈ എ ക്യൂ ഡിവൈഡഡ് ബൈ പി ക്യൂ ഡിവൈഡഡ് ബൈ ബി സി, ഈ ഒരു സാധനമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇത് എപ്പോഴും തെറ്റിപ്പോവും. കാരണം ആൾക്കാർക്ക് ഈ കുഞ്ഞു ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കുഞ്ഞു ട്രയാങ്കിളിൻ്റെ സൈഡ് 1 ആണെങ്കിൽ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്തായിരിക്കും, 2 ആയിരിക്കും. അതാണ് സിമിലാരിറ്റി പറയുന്നത് അല്ലേ. എ പി ബൈ എ ബി, എ പി 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ ബി എത്ര ആയിരിക്കും, 2 ആയിരിക്കും. എ പി 1 ആണെങ്കിൽ എ ബി 2 ആയിരിക്കും. അതുപോലെ തന്നെ പി ക്യൂ ഡിവൈഡഡ് ബൈ ബി സി, പി ക്യൂ ഡിവൈഡഡ് ബൈ ബി സി, അതാണ് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഈ കുഞ്ഞു ട്രയാങ്കിളിൽ ഈ സൈഡ് 1 ആണെങ്കിൽ ഈ സൈഡ് എത്ര ആയിരിക്കും, 2 ആയിരിക്കും അല്ലേ. വലിയ സൈഡ് എത്ര ആയിരിക്കും, 2 ആയിരിക്കും. കാരണം ആ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എന്താണ്, ഈക്വൽ ആണ്. അതേപോലെ തന്നെ എ ക്യൂ ബൈ എ സി, എ ക്യൂ 1 ആണെങ്കിൽ എത്ര ആയിരിക്കും, എ സി 2 ആണ്. കാരണം 1:1 റേഷ്യോ ആണ് അല്ലേ. അപ്പോൾ എ ക്യൂ 1 ആണെങ്കിൽ എ സി എന്തായിരിക്കും, 2 ആയിരിക്കും. അപ്പോൾ ഇതാണ് ജസ്റ്റ് മിഡ് പോയിന്റ് തിയറം. അപ്പോൾ എന്താണ് മിഡ് പോയിന്റ് തിയറം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് മിഡ് പോയിന്റ്സും ജോയിൻ ചെയ്ത് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് റിസൾട്ട് വന്നത്, പി ക്യു എന്ന് പറയുന്ന ലൈന് ബി സിയുടെ പകുതിയാണെന്ന് മനസ്സിലായി. സോ പി ക്യു ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, ബി സി ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ദിസ് ഈസ് കോൾഡ് മിഡ് പോയിന്റ് തിയറം. ഒരു ട്രയാങ്കിളിൻ്റെ മിഡ് പോയിന്റ്, ഈ രണ്ട് മിഡ് പോയിന്റും നമ്മൾ ജോയിൻ ചെയ്ത് ബി സിക്ക് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ എന്ത് പറയാം നമുക്ക്, മിഡ് പോയിന്റ് തിയറം. ശരിക്കും പറഞ്ഞാൽ ഈ മിഡ് പോയിന്റ് തിയറം എന്തിൽ നിന്നാണ് വരുന്നത്, തെയിൽസ് തിയറത്തിൽ നിന്ന് തന്നെ വരുന്നത്. 1/1 ഈക്വൽ ടു 1/1 ഈക്വൽ ടു 1/1, എല്ലാം 1/1 തെയിൽസ് തിയറത്തിൽ നിന്നാണ് വരുന്നത്. ഇനി സിമിലാരിറ്റി നമ്മൾ എടുക്കുവാണെങ്കിൽ ചെറിയ ട്രയാങ്കിൾ 1 ആണെങ്കിൽ വലിയ ട്രയാങ്കിൾ എന്തായിരിക്കണം, സൈഡ് 2 ആയിരിക്കണം. അപ്പോൾ പി ക്യു 1 ആണെങ്കിൽ ബി സി എന്തായിരിക്കും, 2 ആയിരിക്കും. അതായത് പി ക്യു എന്തായിരിക്കും, ബി സിയുടെ പകുതി ആയിരിക്കും. ഓക്കെ, ഈ മിഡ് പോയിന്റ് തിയറം ഈ തെയിൽസ് തിയറത്തിൻ്റെ കോൺവേഴ്സ് ഒക്കെ ശരിയാണ് കേട്ടോ. ഈ കോൺവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ചെയ്യുന്നത്. അതായത് ഈ സൈഡിൻ്റെ ഇവിടുന്ന് മിഡ് പോയിന്റ് എടുത്തിട്ട് ഞാൻ ഇതിന് പാരലായിട്ട് നേരെ വരച്ച് കഴിഞ്ഞാൽ ഇത് ഈ മിഡ് പോയിന്റിൽ തന്നെ ചെന്ന് കൂട്ടിമുട്ടും. ഓക്കെ, അതതിൻ്റെ തിരിച്ചും കോൺവേഴ്സും ട്രൂ ആണ്. അതൊന്നും വേണ്ട, അത്ര ഡീപ്പായിട്ടൊന്നും പോകണ്ട, ഇത്ര മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ 1/2 എന്ന് കിട്ടിയാലേ ട്രയാങ്കിൾ എ പി ക്യൂവിൻ്റെയും ട്രയാങ്കിൾ എ ബി സിയുടെയും സൈഡ്സിൻ്റെ റേഷ്യോ 1:2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ റേഷ്യോ എന്തായിരിക്കും, സൈഡ്സിൻ്റെ റേഷ്യോ 1:2 ആണെങ്കിൽ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ, 1:4 ആയിരിക്കും. അപ്പം നമ്മളൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാവേ, വേറൊരു കളർ എടുക്കാം. അതൊന്ന് കളറാണോ, ഈ സൈഡ് 1, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആയിരിക്കും. ഈ ടോട്ടൽ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര ആയിരിക്കും, 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പോർഷൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എത്ര വരും, 4 - 1 3 ആയിരിക്കും അല്ലേ. ഇപ്പം 1:3 റേഷ്യോ ആയിരിക്കും. ഓക്കെ, നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ,
ക്വസ്റ്റ്യനിലോട്ട് പോവാം. സിമിലാരിറ്റി ചെയ്യാം. സിമിലാരിറ്റി എത്രയേ ഉള്ളൂ, തിയറിക്കകത്ത് അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാം, അതേ ഉള്ളൂ. തിയറി അത്രയും മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. നോക്കിയോ, സിമിലാരിറ്റിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ് എ ബി സി ആൻഡ് പി ക്യു ആർ 78 46.8 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി ക്യൂവിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, എ ബിയുടെ ലെങ്ത് ചോദിക്കുക. പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. പ്രിലിംസ് ലെവലാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്ന എല്ലാം അങ്ങനെയാണ്. പ്രിലിംസ് ചെയ്യും നമ്മൾ, പിന്നെ കുറച്ച് പാടുള്ളത് ചെയ്യും. അപ്പോൾ ഇനി ഫിഗറൊന്നും വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ ഉള്ളൂ. രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ എന്താണ് പ്രത്യേകത? കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് ഏതെടുത്താലും, ഹൈറ്റ് എടുത്താലും, സർക്കം റേഡിയസ് എടുത്താലും, ഈവൻ പെരിമീറ്റർ എടുത്താൽ പോലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം പെരിമീറ്റർ എടുത്താൽ എന്താ സെയിം ആവുന്നത്? 3 സൈഡ്സിൻ്റെയും 2 ട്രയാങ്കിളിൻ്റെയും റേഷ്യോ സെയിം ആണെങ്കിൽ അത് 3 കൂട്ടുന്നതല്ലേ പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്ററിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഏരിയയുടെ റേഷ്യോ എന്തായിരിക്കും? പക്ഷേ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെരിമീറ്ററിന്റെ റേഷ്യോ അവർ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സി ഡിവൈഡഡ് ബൈ ട്രയാങ്കിൾ പി ക്യു ആറിന്റെ പെരിമീറ്ററിന്റെ റേഷ്യോ എത്രയാണ് അവർ തന്നിരിക്കുന്നത്? 78 46.8. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് പി ക്യു തന്നിട്ടുണ്ട്, എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ക്യു തന്നിട്ടുണ്ട്, എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ബിയുടെ സ്ഥാനത്തില്ല. പി ക്യുവിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 11.7. ഇത്രയും ചെയ്താൽ പോരെ? അതോ ഇനി ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ എ ബി ബൈ ആ സാധനങ്ങളൊക്കെ എഴുതണോ? വേണ്ടല്ലോ. 78/46.8 ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതായിരുന്നു? എ ബി. അതുകൊണ്ടാണ് നമ്മൾ 78 എ ബിയുടെ സ്ഥാനത്ത് എന്തിട്ടത്? കണ്ടുപിടിക്കേണ്ടതിട്ടത്. 11.7 ഇൻറ്റു എത്ര ടൈംസ് ആണ്? 4 ടൈംസ് അല്ലേ? അപ്പോൾ 78/4 എന്ന് പറയുമ്പോൾ 19.5 സെൻറ്റിമീറ്റർ എന്ന് വരും എ ബി. എ ബിയുടെ ലെങ്ത് ഈക്വൽ ടു 19.5 സെൻറ്റിമീറ്റർ എന്ന് വരും. 3 to 10 seconds 10 സെക്കൻഡിനുള്ളിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അത്രയും സമയത്തിനുള്ളിൽ സോൾവ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ. It is given that triangle ABC is similar to triangle PRQ. Triangle ABC is similar to triangle PRQ. ഇത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ടി സി സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആട്ടോ. ടി സി സി ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. അതും 2019-2020 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രയാങ്കിൾ എ ബി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കിയോ, ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ആർ ക്യു തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ടു ട്രയാങ്കിൾ പി ആർ ക്യു തന്നിട്ടുണ്ട് 16:169. നിങ്ങൾ ആ പി ആർ ക്യു എന്നാണ് എടുത്തേക്കുന്നത്, കണ്ടോ? പി ക്യു ആർ എന്നല്ല എടുത്തേക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ സിമിലാരിറ്റിയുടെ പറഞ്ഞേക്കുന്നത്. ട്രയാങ്കിൾ എ ബി സി സിമിലർ ട്രയാങ്കിൾ പി ആർ ക്യു ആണ് അല്ലേ? പി ആർ ക്യു ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോ ഒക്കെ ഒന്ന് എഴുതി നോക്കാം. എ ബി ബൈ പി ആർ ഈക്വൽ ടു എ സി ബൈ പി ക്യു ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ. ഇതല്ലേ സൈഡ്സിൻ്റെ റേഷ്യോ അല്ലേ? ഇത് സൈഡ്സിൻ്റെ റേഷ്യോ. ഇനി ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോ വന്നിട്ടുണ്ട് എത്ര? 16:169. 16:169 ആണ് ഏരിയയുടെ റേഷ്യോ എങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ റൂട്ട് എടുത്താൽ പോരെ അല്ലേ? അതിൻ്റെ റൂട്ട് എടുത്താൽ പോരെ. കാരണം സൈഡ്സിൻ്റെ റേഷ്യോ വന്നിട്ട് ഏരിയയുടെ റേഷ്യോ ആകുമ്പോൾ സ്ക്വയർ ചെയ്യുവാണെങ്കിൽ തിരിച്ച് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ 4/13 എന്ന് വരും. 169 എന്ന് പറയുമ്പോൾ എത്ര റൂട്ടാണ്? 13ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ 4/13 എന്ന് വന്നു. അപ്പം അതേ റേഷ്യോ അതേപോലെ തന്നെ എഴുതണം കേട്ടോ. എ ബി സി അല്ലേ മുകളിൽ. അപ്പോൾ 4/13 എന്ന് വന്നു. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത്, നമുക്ക് കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്. എ ബി എക്സ് എന്ന് തന്നിട്ടുണ്ട്, എ സി വൈ എന്ന് തന്നിട്ടുണ്ട്, ബി സി സെഡ് എന്ന് തന്നു. നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പി ക്യു അല്ലേ? പി ക്യു ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പി ക്യു കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തായിരിക്കും വേണ്ടത്? ഇത് 4/13 എന്നുണ്ട്. നമുക്ക് ഏത് സൈഡായിരിക്കും വേണ്ടത്? കറസ്പോണ്ടിങ് ആയിട്ട് പി ക്യൂവിന് കിടക്കുന്ന ഏത് സൈഡ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഏതാണ്? എ സി ആണ് അല്ലേ? അപ്പൊ എ സി ഏതാണ് നോക്കേണ്ടത്? നമ്മൾ വൈ. അപ്പൊ വൈ ബൈ പി ക്യു ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പി ക്യു ഈക്വൽ ടു 4/13. പി ക്യു എന്ന് പറയുമ്പോൾ എന്ത് വരും? 13y/4 എന്ന് വരും.
13y/4 എന്ന് വരും. ഇതിനകത്ത് AC അല്ലാതെ BC വെച്ചിട്ടും AB വെച്ചിട്ടും ഒക്കെ ആൻസർ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, കറസ്പോണ്ടിങ് സൈഡ് ഏതാണെന്ന് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അതല്ലാതെ നമ്മുടെ തിയറി സിമ്പിൾ ക്വസ്റ്റ്യനാ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ, ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ QPR എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, ആൻഡ് AB = 8, BC = 12, AC = 6 എല്ലാം തന്നിട്ടുണ്ട്. ABC തന്നെ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സിമിലാരിറ്റിയുടെ സാധനം നോക്കുക കേട്ടോ, എങ്ങനെയാണ് തന്നിരിക്കുന്നത്. ട്രയാങ്കിൾ ABC സിമിലർ ട്രയാങ്കിൾ എന്താണ് പറഞ്ഞേക്കുന്നത്, QPR ആണല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമിലർ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് AB/QP = AC/QR = BC/PR. ഇതല്ലേ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ. ഓക്കെ, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് തന്നിട്ടുണ്ട് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ അവർ, പക്ഷെ നേരിട്ടല്ല തന്നേക്കുന്നത്. എങ്ങനെയാണ്, ഏരിയയുടെ റേഷ്യോയിലാണ് തന്നേക്കുന്നത്. ABCയുടെയും PQRൻ്റെയും ഏരിയയുടെ റേഷ്യോ തന്നിട്ടുണ്ട് എത്ര, 16:25 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏരിയയുടെ റേഷ്യോ 16:25. 16:25 ആണ് ഏരിയയുടെ റേഷ്യോ എങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്ത് വരും, അതിൻ്റെ റൂട്ട് ആയിരിക്കും അല്ലേ. എന്ത് വരും, 4:5 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോ എന്ത് വന്നു, 4/5 എന്ന് വന്നു. ഓക്കെ, 4/5 എന്ന് തോന്നും. ദെൻ RQ ആണ് ചോദിച്ചിരിക്കുന്നത്. RQ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏത് വേണം, AC വേണം. AC തന്നിട്ടുണ്ടോ, തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്, പക്ഷേ AC മാത്രം മതി അല്ലേ. അപ്പോൾ AC എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്, 6 ഡിവൈഡഡ് ബൈ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം = 4/5 അല്ലേ. അപ്പം സാധനം എന്ത് വന്നു, 30/4, 7.5 സെൻറ്റിമീറ്റർ എന്ന് വരും. 7.5 സെൻറ്റിമീറ്റർ. സിമ്പിൾ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കി, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കണേ എല്ലാ ക്വസ്റ്റ്യൻസും. ഞാൻ പിന്നെ ഈ വീഡിയോ റെക്കോർഡഡ് സെഷൻ ആയതുകൊണ്ടാണ് മാത്രം ഇങ്ങനെ പ്രത്യേകിച്ച് സമയം തരാത്തത്. കാരണം ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രൈ ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക 1 മിനിറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ ക്ലാസ് കണ്ടാൽ മതിയല്ലോ. ഓക്കെ, ഇൻ ട്രയാങ്കിൾ ADC E and B are the points on the sides. ഓക്കെ, ട്രയാങ്കിൾ ഉണ്ട്. എന്താണ് ADC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ADC എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്ത് E and B are the points on side AD. E and B, AD and AC. E എന്ന് പറയുന്നൊരു പോയിന്റ്, D എന്ന് പറയുന്നൊരു പോയിന്റ്. Such that angle ABE = angle ADC. ABE = angle ADC. Angle ABE. AB എവിടെ, ഇൻ ട്രയാങ്കിൾ E and B ആണ് അല്ലേ. E and B ആണ്, കാരണം ഓൾറെഡി ഈ സാധനം തന്നു. സച്ച് ദാറ്റ് ആംഗിൾ ABE, ആംഗിൾ ABE എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ അല്ലേ, ഇത് തീറ്റയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും എന്ത്, ADC, ഈ ആംഗിൾ.
ഇനി തന്നിട്ടുണ്ട് എ ഈക്വൾ ടു 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ബി സി ഈക്വൾ ടു 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, കുറേ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എ ബി പ്ലസ് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. സംഭവം സിമിലാരിറ്റി ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് സിമിലർ ട്രയാങ്കിൾസ് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. നിങ്ങൾക്കൊന്ന് പറയാമോ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് സിമിലർ ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ എ ബി ഇയും ട്രയാങ്കിൾ എ ഡി സിയും സിമിലർ അല്ലേ? കാരണം ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഒരു ആംഗിൾ ഈക്വൽ ആണ് അല്ലേ? ഈ ആംഗിൾ എ എന്താണ് രണ്ട് ട്രയാങ്കിളിലും? ട്രയാങ്കിൾ എ ഇ ബിയിലും ട്രയാങ്കിൾ എ ഡി സിയിലും കോമൺ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിളായ ഈ ആംഗിൾ ഇത് ആൽഫയാണെങ്കിൽ ഇതെന്തായി പോകണം? ഓട്ടോമാറ്റിക്കലി ആൽഫ ആയി പോകണം അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ട് ട്രയാങ്കിളും 3 ആംഗിൾസ് ഈക്വൽ ആയപ്പോൾ എന്ത് മനസ്സിലായി നമുക്ക്? രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഒക്കെ നമ്മൾ എഴുതുമ്പോൾ ഇനി നമ്മൾ ഓരോന്നും അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. ഓരോ ആംഗിൾ നോക്കി അങ്ങ് എഴുതിയാൽ മതി. അതായത് ചെറിയ ട്രയാങ്കിളിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് എത്രയാണ്? എ അല്ലേ? ചെറിയ ട്രയാങ്കിളിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് എന്താണ്? എ. നമുക്ക് എന്തൊക്കെയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? എ ബിയും ഡിയും അല്ലേ? എ തീറ്റയുടെ ഓപ്പോസിറ്റ് ചെറിയ ട്രയാങ്കിളിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് എ. ഇനി വലിയ ട്രയാങ്കിളിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് എന്താണ്? എ സി. അപ്പോൾ എ ഡിവൈഡഡ് ബൈ എ സി ആയിരിക്കും കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ അല്ലേ? എ ഡിവൈഡഡ് ബൈ എ സി. ഇനി ചെറിയ ട്രയാങ്കിളിൽ ഓൾഫയുടെ ഓപ്പോസിറ്റ് എന്താണ്? എ ബി. വലിയ ട്രയാങ്കിളിൽ ഓൾഫയുടെ ഓപ്പോസിറ്റ് എന്താണ്? എ ഡി. ഈക്വൽ ടു ഈ രണ്ട് ട്രയാങ്കിളിലും ഈ ആംഗിൾ കോമൺ ആണ്, ഈക്വൽ ടു ബി ബൈ ഡി സി. ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ ഡി സി. നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നോ? ഒന്നും വന്നില്ലല്ലേ? ഡി. നമുക്കിനി ഓരോന്നും കണ്ടുപിടിക്കണം. എ ബി കണ്ടുപിടിക്കണം അല്ലേ? എ ബി കണ്ടുപിടിക്കണമെങ്കിൽ എ ഡി ഉണ്ടോ? എ ഡി എ ഉണ്ട്, ഡി ഉണ്ട് അല്ലേ? എ ഉണ്ട്, ബി ഉണ്ട്. നമുക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കാം. എന്തൊക്കെയാണ് തന്നേക്കുന്നത്? എ തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. പിന്നെ ബി സി തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. ബി സി 2 സെൻറ്റിമീറ്റർ. എ ബി തന്നിട്ടില്ല. സി ഡി 5 സെൻറ്റിമീറ്റർ. സി ഡി 5 സെൻറ്റിമീറ്റർ. പിന്നെ ബി ഇ തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ. നമുക്കപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ കിട്ടി 3/5. ഇനിയിപ്പോൾ ഏത് വേണേലും കണ്ടുപിടിക്കാം അല്ലേ? എ സി കണ്ടുപിടിക്കാം. എ കിട്ടി, എ സി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ബി കണ്ടുപിടിക്കാം. എ ബി കണ്ടുപിടിക്കുന്നതിന് എങ്ങനെയാണ്? എ ബി കണ്ടുപിടിക്കാൻ എ ഡി വേണം. എ ഡി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എ പ്ലസ് ഡി വേണം അല്ലേ? ഡി ഇ. എ ബി പ്ലസ് ഡി ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്കപ്പോൾ എന്തായാലും എ ബി കണ്ടുപിടിക്കാം അല്ലേ? അല്ല, എ സി കണ്ടുപിടിക്കാം. എ ബൈ എ സി ഈക്വൾ ടു 3/5 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എ സി എന്ന് പറയുമ്പോൾ എന്ത് വരും? എ സി ഈക്വൾ ടു 6×5 30/3 എന്ന് പറയുമ്പോൾ 10 സെൻറ്റിമീറ്റർ. എ സി ഈക്വൾ ടു 10 സെൻറ്റിമീറ്റർ. എ സി ഈക്വൾ ടു 10 സെൻറ്റിമീറ്റർ. അതിനകത്തുനിന്ന് ബി സി തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? എ ബി ഈക്വൾ ടു 8 സെൻറ്റിമീറ്റർ. എ ബി ഈക്വൾ ടു 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എ ഡി കണ്ടുപിടിക്കാം അല്ലേ? എ ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എ ഉണ്ടോ? എ ഉണ്ട്. അപ്പോൾ എ ഡി കണ്ടുപിടിക്കാം. എ ഡി ഈക്വൾ ടു എന്ത് വരും? എ ബി നമുക്ക് ഓൾറെഡി കിട്ടി. എ ബി എത്ര കിട്ടി? 8 എന്ന് കിട്ടി. എ ബി 8 ആണെങ്കിൽ എ ഡി ഈക്വൾ ടു എത്ര വരും? 40/3 എന്ന് വരും അല്ലേ? ജസ്റ്റ് ക്രോസ് ചെയ്താൽ മതി. എ ഡി ഈക്വൾ ടു 5 × 8 ഡിവൈഡഡ് ബൈ 3. ഇത് 3/5 എന്നാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, നേരത്തെ ചെയ്തുകൊണ്ട് ഞാൻ പിന്നൊന്നും പറയാത്ത. എ ഡി ഈക്വൾ ടു എത്ര കിട്ടി? 40/3 എന്ന് കിട്ടി. എ ഡി 40/3 ആണ്. നമുക്ക് എ ഡി ആണോ വേണ്ട? അല്ല, ഡി ആണ് വേണ്ട. അപ്പോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? എ ഡി മൈനസ് എ അല്ലേ? 40/3 മൈനസ് എത്ര വരും? എ എത്രയായിരുന്നു? 6. 40 മൈനസ് 18 എന്ന് പറയുമ്പോൾ 22/3. അപ്പോൾ 22/3യും എ ബി എത്രയായിരുന്നു നമുക്ക് കിട്ടിയ? 8 അല്ലേ? എ ബി പ്ലസ് ഡി എന്ന് പറയുമ്പോൾ എത്ര വരും? എ ബി പ്ലസ് ഡി ഈക്വൽ ടു 8 പ്ലസ് 22/3 അല്ലേ? അപ്പം 24 പ്ലസ് 22 എന്ന് പറയുമ്പോൾ 46/3 എന്ന് വരും. ആൻസർ ഈസ് ഡി.
നമ്മൾ പഠിച്ച സാധനം തന്നെ സിമിലാരിറ്റി ഏതാണെന്ന് കണ്ടുപിടിച്ചു, സിമിലാരിറ്റിയിൽ നിന്ന് കറസ്പോണ്ടിങ് സൈഡ്സ് കണ്ടുപിടിച്ചു, തന്നിട്ടുള്ള സാധനങ്ങൾ വെച്ച് കണ്ടുപിടിക്കാനുള്ള എല്ലാം കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇച്ചിരി കാൽക്കുലേഷനായിട്ട് തോന്നുന്ന ഇത്രേ സാധനമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഈ AD കണ്ടുപിടിക്കണു, ഈ ADക്കകത്തുനിന്ന് പിന്നെ ഈ സാധനം കുറയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അതാണിപ്പോൾ TCS ഉദ്ദേശിക്കുന്ന പാറ്റേൺ. ഓക്കെ, സംഭവം സിമ്പിളായിരിക്കും, കൺസെപ്റ്റും സിമ്പിളായിരിക്കും, പക്ഷെ കാൽക്കുലേഷൻ കുറച്ചുകൂടെ ഒന്ന് ചെയ്യിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. അല്ലേ ചെയ്ത്? നോക്കിയോ, ഇൻ ട്രയാങ്കിൾ ABC, D and E are the points on sides AB and BC respectively. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട് ABC. എന്താണ് പറഞ്ഞിരിക്കുന്നത്? D and E are the points on side AB and BC. ABയിലും BCയിലും ഓരോ പോയിന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡിയും ഇയും അല്ലേ? സച്ച് ദാറ്റ് D is parallel to AC. D എന്താണ്? AC-ക്ക് പാരലാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലായി എന്തോ തെയിൽസ് തിയറം മണക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ സിമിലാരിറ്റി മറക്കുന്നുണ്ട്, ഇല്ലയോ? അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ BDEയും ട്രയാങ്കിൾ ABCയും സിമിലർ ആണല്ലേ? കാരണം എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. തീറ്റ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ആൽഫ ഈ ആംഗിൾ എന്തായിരിക്കും? കോമൺ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? ഇനി അവർ റേഷ്യോ തന്നിട്ടുണ്ട്. AD ഈസ് ടു DB ഈക്വൽ ടു 5:3. അതായത് AD ഈസ് ടു DB ഈക്വൽ ടു 5:3 എന്ന റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, എല്ലാ സൈഡ്സിൻ്റെ റേഷ്യോ 5:3 ആയിരിക്കും. എല്ലാ സൈഡ്സിൻ്റെ അല്ല, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സിൻ്റെ. കാരണം സിമിലർ ട്രയാങ്കിൾസിൽ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ഇത് ആൽഫയുടെ ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ ഇവിടെ ആൽഫയുടെ ഓപ്പോസിറ്റ് 8 ആയിരിക്കും അല്ലേ? ഈ ട്രയാങ്കിളിൽ ഇത് 3 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 5 ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൽ ഇത് തീറ്റ, ഇത് രണ്ടും കോമൺ ആണ്. അപ്പോൾ ഇത് 3 ആണെങ്കിൽ, ചെറിയ ട്രയാങ്കിളിൽ 3 ആണെങ്കിൽ വലിയ ട്രയാങ്കിളിൽ എത്ര ആണ്? 3 + 5 8 ആണ് അല്ലേ? അതായത് ചെറിയ ട്രയാങ്കിൾ ഈസ് ടു വലിയ ട്രയാങ്കിളിൻ്റെ റേഷ്യോ എന്താണ്? ആ റേഷ്യോ ഞാൻ എഴുതണോ? പ്രത്യേകം എഴുതണോ? ആൽഫയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ BD, ഇവിടെ ആൽഫയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ AB. BD/AB എന്നാണ് ശരിക്കും ആ സിമിലാരിറ്റിയുടെ റേഷ്യോ വരുന്നത്. BD എത്രയാണ് നമുക്ക്? 3. AB എത്രയാണ്? 8. അപ്പോൾ ഇതേ റേഷ്യോ തന്നെ ആയിരിക്കും എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. അപ്പം DE3 ആണ്, AC എന്തായിരിക്കും? 8 ആയിരിക്കും അല്ലേ? അപ്പം ഇങ്ങനെ കിട്ടി നമുക്ക്. അപ്പം ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒരു ട്രയാങ്കിളിൻ്റെ കൂട്ടില്ലേ? അതായത് ഞാൻ നേരത്തെ നിങ്ങളെ പറഞ്ഞായിരുന്നു, ഈ ട്രയാങ്കിളിൽ ഈ സൈഡ് 3, ഈ സൈഡ് 8. അങ്ങനെ ആണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ രണ്ടിൻ്റെയും ഏരിയയുടെ റേഷ്യോ എന്തായിരിക്കും? 3:8 ആണെങ്കിൽ, സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്ത് വരും? അതിൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ? അതായത് 9:64 എന്ന് വരും ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോ. അതായത് ഈ കുഞ്ഞു ട്രയാങ്കിളിൻ്റെ ഏരിയ 9 ആണെങ്കിൽ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര ആയിരിക്കും? 64 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്രയും പാർട്ടിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും? 64 - 9 അല്ലേ? 64 - 9 എന്ന് പറയുമ്പോൾ എന്ത് വരും? 55. അതല്ലേ നമ്മോട് ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ BDE. BDEയുടെ ഏരിയ എത്രയാണ്? 9 അല്ലേ? ഈസ് ടു ഏരിയ ഓഫ് ദ ട്രപ്പീസിയം AECD. പേര് തെറ്റിപ്പോയായിരിക്കും. ADEC എത്ര വരും? 9:55 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് വരാൻ കേട്ടോ. അതായത് ഒരു എക്സാമ്പിളോടെ പറയാം. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇത് രണ്ട് സിമിലർ ആണ്, ഇത് 1:3 ആണ് ഇതിൻ്റെ റേഷ്യോ. അങ്ങനെയാണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോ എന്തായിരിക്കും? ഇത് 1:3 ആണെങ്കിൽ ഈ സൈഡ്സിൻ്റെ, ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ ഇത് 1 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 1 + 3 4 ആയിരിക്കും. അപ്പം ഇത് 1 ആണെങ്കിൽ സൈഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോ 1:16 ആയിരിക്കും. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആണെങ്കിൽ, 1 യൂണിറ്റ് ആണെങ്കിൽ ഇത്രയും പാർട്ട് എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 യൂണിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ചെയ്ത് നോക്കിയേ.
അതായത് ഒരു ട്രയാങ്കിൾ പറഞ്ഞിട്ടുണ്ട്, ഇൻ ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സി എന്താണ് പറഞ്ഞേക്കുന്നത്, ഡി ഈസ് പാരലൽ ടു ബി സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി ഈസ് പാരലൽ ടു ബി സി, ഡി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, ഈസ് പാരലൽ ടു ബി സി. അപ്പോൾ എന്ത് മനസ്സിലായി, ട്രയാങ്കിൾ എ ഡിയും ട്രയാങ്കിൾ എ ബി സിയും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് മനസ്സിലായി. ഡി ഇ ഡിവൈഡ്സ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ, അതായത് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഡി. അതായത് ഇത്രയും പാർട്ടിൻ്റെ ഏരിയ 1 ആണെങ്കിൽ ഇത്രയും ഈ ചെറിയ പാർട്ടിൻ്റെ ഏരിയ എന്തായിരിക്കും, 1 ആയിരിക്കും. കാരണം ഏരിയയെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെയും 1 ഇവിടെയും 1, അതല്ലേ അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ഡി ഇയുടെ ഏരിയ ഡിവൈഡഡ് ബൈ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്തുവരും, ട്രയാങ്കിൾ എ ഡി 1 ആണെങ്കിൽ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്ന് പറയുമ്പോൾ 1 + 1 2 അല്ലേ. കാരണം എന്താണ്, അടിയിലും താഴെയും 1. അപ്പോൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 1:2 എന്ന് വരും. ഇതെന്താണ്, ഏരിയയുടെ റേഷ്യോ അല്ലേ, ഏരിയയുടെ റേഷ്യോ. ഏരിയയുടെ റേഷ്യോ 1:2 ആണെങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും, സൈഡ്സിൻ്റെ റേഷ്യോ 1:√2 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, റൂട്ട് എടുക്കണം അല്ലേ, √1 എന്താണ്, 1 തന്നെയാണ്. അപ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ 1:√2 ആണല്ലേ. സൈഡ്സിൻ്റെ റേഷ്യോ 1:√2 ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ എ ഡി 1 ആണെങ്കിൽ ഈ ടോട്ടൽ എന്തായിരിക്കും, √2 ആയിരിക്കും. ഇത് 1 ആണെങ്കിൽ, ഡി 1 ആണെങ്കിൽ ബി സി എന്തായിരിക്കും, √2 ആയിരിക്കും. അല്ലെങ്കിൽ എ 1 ആണെങ്കിൽ എ സി എന്തായിരിക്കണം, √2 ആയിരിക്കണം. അതല്ലേ സൈഡ്സിൻ്റെ റേഷ്യോ പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ടു √2 ആണ്. എ ഡി 1 ആണെങ്കിൽ ബി ഡി ഈസ് ഈക്വൽ ടു എ ബിയിൽ നിന്ന് എ ഡി കുറച്ചാൽ പോരെ. അപ്പോൾ √2ൽ നിന്ന് 1 കുറയ്ക്കുന്നുണ്ട്, √2 - 1 ഈസ് ടു എന്താണ്, എ ബിയുടെ വാല്യൂ എന്താണ്, √2. ദിസ് ഈസ് ദ ആൻസർ. √2 - 1 ഈസ് ടു √2 ഉണ്ടോ, ഉണ്ട്. √2 - 1 ഈസ് ടു √2. സൈഡ്സിൻ്റെ ഏരിയയുടെ റേഷ്യോ 1:2 ആണെങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും, 1:√2 ആയിരിക്കും. അപ്പോൾ ഇത് 1 ആണെങ്കിൽ ടോട്ടൽ √2 ആയിരിക്കും. അപ്പോൾ ഈ സൈഡ് എന്ന് പറയുമ്പോൾ √2 - 1 ഈസ് ടു √2. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് വരിക കേട്ടോ. ഇത് നമ്മൾ സിമിലാരിറ്റി തന്നെ ഉള്ളൂ, നമ്മളിപ്പോൾ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ വേണമെങ്കിൽ പറഞ്ഞാൽ ഒന്ന്, അതായത് ഇത് 70 ഡിഗ്രി, ഇത് 70 ഡിഗ്രി തന്നിട്ടുണ്ട്. ഏതൊക്കെ ട്രയാങ്കിൾ ആയിരിക്കും സിമിലർ, ട്രയാങ്കിൾ എ ഡിയും ട്രയാങ്കിൾ എ ബി സിയും. കാരണം എന്താ, ഈ ആംഗിൾ ഈക്വൽ അല്ലേ, 2 ട്രയാങ്കിളിലും കോമൺ അല്ലേ, 2 ആംഗിൾ ഈക്വൽ ഓൾറെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതും എന്തായിരിക്കും, തീറ്റയാണോ അല്ലേ. അപ്പോൾ 2 ട്രയാങ്കിൾ സിമിലർ ആവും. 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ സിമിലാരിറ്റി എന്ത് എഴുതുക, സിമിലാരിറ്റി വെച്ച് സൈഡ്സ് എഴുതുക, കറസ്പോണ്ടിങ് സൈഡ്സ് എഴുതുക. കറസ്പോണ്ടിങ് സൈഡ്സ് എഴുതിയിട്ട് ബി ഡി കണ്ടുപിടിക്കുക. ബി ഡി ഒറ്റ അടിക്ക് ബി ഡി കിട്ടില്ല, കാരണം ഒന്നുകിൽ എ ഡി അങ്ങനെയൊക്കെ കിട്ടുള്ളൂ അല്ലേ. എന്നിട്ട് പിന്നെ ബി ഡി കുറച്ചിട്ട് കണ്ടുപിടിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ പറയാം, ഞാൻ ചെയ്യാം അടുത്ത ക്ലാസ്. ഈ ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, നോക്കിക്കോ. ഇൻ ദ ഗിവൺ ഫിഗർ ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ ബി സി ഡിയും തന്നിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലായി എന്തോ സിമിലാരിറ്റി വെച്ചുള്ള പണി പഠിക്കാം. ബി എ സി ഈക്വൽ ടു ബി സി ഡിയും തന്നിട്ടുണ്ട്.
എ ബി 15 തന്നിട്ടുണ്ട്, എ ബി ഈ സൈഡ്, ദെൻ ബി ഡി ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ അല്ലേ, ബി ഡി 18, അപ്പോൾ ഇത് കിട്ടും 32. Then find the ratio of area of perimeter of triangle ABCയും BCDയും. ബി സി ഡിയുടെയും എ ബി സിയുടെയും പെരിമീറ്ററിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത്. ഇനി പെരിമീറ്ററിൻ്റെ റേഷ്യോ ചോദിക്കുവാണെങ്കിൽ നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടായിരുന്നല്ലേ, നമുക്ക് എല്ലാ സൈഡും കണ്ടുപിടിച്ച് കൂട്ടിയൊന്നും വേണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു സൈഡ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് സൈഡിൻ്റെ റേഷ്യോ കിട്ടിയാൽ മതി. പെരിമീറ്ററിൻ്റെ റേഷ്യോ അത് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ അറിയേണ്ട സാധനം എന്താണ്, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ബി സി ഡിയും എന്ത് ട്രയാങ്കിൾസ് ആണെന്ന് അറിയണം, എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ബി സി ഡിയും എന്ത് ട്രയാങ്കിൾസ് ആണ്, സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലേ. നിങ്ങളൊന്ന് നോക്കിയേ, കാരണം ഇതെന്താണ്, തീറ്റയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതും തീറ്റയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, രണ്ട് ട്രയാങ്കിളിനും കോമൺ അല്ലേ. തീറ്റ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ബി എന്താണ്, രണ്ട് ട്രയാങ്കിളിലും കോമൺ ആണ് അല്ലേ. ഈ ആംഗിൾ രണ്ട് ട്രയാങ്കിളിലും കോമൺ ആണ്. ട്രയാങ്കിൾ ബി ഡി സിയിലും ട്രയാങ്കിൾ എ ബി സിയിലും എന്താണ്, ആംഗിൾ ബി കോമൺ ആണ്. അപ്പോൾ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എന്ത് പറയാം നമുക്ക്, മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവും. ട്രയാങ്കിൾ എന്തായി, സിമിലർ ട്രയാങ്കിൾസ് ആയി. എങ്ങനെയാണ് സിമിലാരിറ്റി വരുന്നത്, സിമിലാരിറ്റി എഴുതി എങ്ങനെ വരും, ട്രയാങ്കിൾ ബി ഡി സി, ട്രയാങ്കിൾ ബി ഡി സി സിമിലർ. ബിക്ക് സമയം എന്ത് തന്നെയായിരുന്നു, ബി തന്നെയായിരുന്നു, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞ് എഴുതാൻ. ഡിക്ക് സമയം എന്താണ്, ഡിക്ക് സമയം എന്തായിരിക്കും വരുന്നത്, തീറ്റയല്ല വരുന്നത്, എ ആയിരിക്കും വരുന്നത്, ബി. അടുത്തത് ബി ഡി സി, സി എന്ന് പറയുമ്പോൾ തീറ്റയ്ക്ക് സമയം എന്തായിരുന്നു വരുന്നത്, അല്ല എ അല്ല വരുന്നത്, ബി, സി ആണ് വരുന്നത്. ബി സി എ കാരണം ബി ഡി സി, സി എന്ന് പറയുന്നത് തീറ്റയാണ്, തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ ബി സിയിൽ വരുന്ന ഏതാണ്, എ ആണ്, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എ ആണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ, ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ നോക്കി എഴുതാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ബി ഡി ബൈ ബി സി ഈക്വൽ ടു എന്തെഴുതാം, സി ഡി ബൈ സി എ ഈക്വൽ ടു ബി സി ബൈ ബി എ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബി ഡി ബൈ ബി സി ഈക്വൽ ടു സി ഡി ബൈ സി എ ഈക്വൽ ടു ബി സി ബൈ സി എ എന്ന് കറസ്പോണ്ടിങ് സൈഡ്സ് കിട്ടി. ഇതിനകത്തുനിന്ന് നമുക്കറിയാവുന്ന സാധനം ബി ഡിയും പിന്നെ ഏതാണ്, ബി എയുമാണ് അല്ലേ, ബി ഡിയും ബി എയുമാണ്. അപ്പോൾ ഈ രണ്ട് സാധനം കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം, ബി സി സ്ക്വയർ ഈക്വൽ ടു ബി എ ഇൻറ്റു ബി ഡി, ബി സി സ്ക്വയർ ഈക്വൽ ടു ബി എ ഇൻറ്റു ബി ഡി എന്ന് വരും. ബി സി സ്ക്വയർ ഈക്വൽ ടു ബി എ എന്താണ്, ബി എ ഈസ് ഈക്വൽ ടു 50, ബി ഡി എന്താണ്, ബി ഡി ഈക്വൽ ടു 18. അപ്പോൾ ഈ 18-നകത്തുനിന്ന് 25-നകത്തുനിന്ന് ഞാനൊരു 2 എടുത്തിട്ട് ഈ 18 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 25 ഇൻറ്റു 36 എന്ന് വരും. അപ്പോൾ ഇത് രണ്ട് പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് ബി സി ഈക്വൽ ടു എന്തായിരിക്കും എനിക്കറിയാം, 5 ഇൻറ്റു 36, 6 ആണെങ്കിൽ 5 ഇൻറ്റു 6 ഈക്വൽ ടു എന്ത് വരും, 30 എന്ന് വരും. ഓക്കെ, ബി സി എനിക്ക് കിട്ടി 30 സെൻറ്റിമീറ്റർ, ബി സി എനിക്ക് കിട്ടി 30 സെൻറ്റിമീറ്റർ. ബി ഡി എനിക്ക് ഓൾറെഡി അറിയാം, ബി ഡി എത്രയാണ് തന്നേക്കുന്നത്, 18 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡ്സിൻ്റെ കറസ്പോണ്ടിങ്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിയാലും ബി സി ഈക്വൽ ടു എത്രയാണ്, 30 സെൻറ്റിമീറ്റർ, ബി എ നമുക്കറിയാം എത്രയാണ്, 50 സെൻറ്റിമീറ്റർ. അതായത് രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എന്ത് വരും, 3/5. ഇവിടെ കട്ട് ചെയ്താലും എന്ത് വരും, 3/5. അങ്ങനെയാണെങ്കിൽ പെരിമീറ്ററിൻ്റെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും, 3/5. ഓക്കെ, തിരിഞ്ഞായതുകൊണ്ട് 5/3. ഓക്കെ, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഡിവൈഡഡ് ബൈ തിരിഞ്ഞായതുകൊണ്ട് എ ബി സിയുടെ ആയതുകൊണ്ട് വലുതായതുകൊണ്ട് ബി സി ഡി ആയതുകൊണ്ട് 5/3. ഓക്കെ, പെരിമീറ്ററിൻ്റെ റേഷ്യോ അത് തന്നെ ആയിരിക്കും. മനസ്സിലായോ, വൈ, സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട്. ഓക്കെ, മനസ്സിലായോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ.
ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ. ഓക്കെ, നോക്കിക്കോ, ഇത് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. 12 സെൻറ്റിമീറ്റർ 16 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും? 20 ആയിരിക്കും അല്ലേ. കാരണം 12 16 കട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും? 3 വരും, 4 വരും. 3 4 ആണ്, ട്രിപ്ലറ്റ്സ് 5 അല്ലേ. അപ്പോൾ 5 × 4 20 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്കറിയേണ്ടത് ഇതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ്. ഈ രണ്ട് ട്രയാങ്കിൾസ് തങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ്. നോക്കിയോ, ഇതിന് ഞാൻ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് ഓൾറെഡി 90 ആണ്. ഇത് തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മൈനസ് തീറ്റ ആയിരിക്കും അല്ലേ. 90 മൈനസ് തീറ്റ ആയിരിക്കും. ഇനി ഈ ആംഗിൾ ഓൾറെഡി 90 തന്നിട്ടുണ്ട്. ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ 90 മൈനസ് തീറ്റ. 90 മൈനസ് തീറ്റ അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ 90 ക്യാൻസൽ ആയി പോയിട്ട് എന്ത് വരും? തീറ്റ എന്ന് വരും അല്ലേ. ഓക്കെ, ദെൻ എഗെയിൻ ഇത് തീറ്റ, ഇത് 90 ആണെങ്കിൽ അപ്പോൾ ഇതെന്ത് വരും? 90 മൈനസ് തീറ്റ. അപ്പം നിങ്ങൾ നോക്കി, രണ്ട് ട്രയാങ്കിളിലും ABC-യിലും ട്രയാങ്കിൾ ADC-യിലും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 3 ആംഗിൾസും ഈക്വൽ ആണ് അല്ലേ. 3 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ എന്താണ് നമുക്കറിയാവുന്നത്? ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ എന്ത് പറയാം? കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ആകെ അറിയാവുന്ന ഒരൊറ്റ സൈഡേ ഉള്ളൂ. ഈ ട്രയാങ്കിൾ ADC-യുടെ ഒരേ ഒരു സൈഡ് മാത്രമേ അറിയുള്ളൂ, 20 സെൻറ്റിമീറ്റർ. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് കറസ്പോണ്ടിങ് എന്ന് പറയുമ്പോൾ 90 മൈനസ് തീറ്റയാണ് ആ ട്രയാങ്കിളിലെ ആംഗിൾ അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിളിൽ 90 മൈനസ് തീറ്റയുടെ ഓപ്പോസിറ്റ് ചെയ്ത ആംഗിൾ ഏത് സൈഡാണ് കിടക്കുന്നത്? അതാണ് നമ്മുടെ വേണ്ടത്. 20/16. സോ ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എന്ത് വരും? 20/16 = 5/4. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ സൈഡും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ സൈഡ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഇനി അത്രയും പോലും ചെയ്യണ്ട. എങ്ങനെ ചെയ്താൽ മതി? ഞാൻ വേറൊരു മെത്തേഡ് പറയാം. അതായത് ഈ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ 5/4 അല്ലേ. അപ്പം ഏരിയയുടെ റേഷ്യോ എന്ത് വരും? ഏരിയയുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. 25/16 എന്ന് വരും അല്ലേ. 25/16 എന്ന് വരും. ഇനി അതിനകത്ത് 25 ഉള്ള 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കണ്ടുപിടിക്കേണ്ട സാധനത്തിൻ്റെ അല്ലേ. 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന സാധനത്തിൻ്റെ, അതായത് നമുക്ക് സൈഡ്സ് ഓൾറെഡി അറിയാവുന്നതിൻ്റെ അതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് വരും? ട്രയാങ്കിൾ ABC-യുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് വരും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ ട്രയാങ്കിളിൻ്റെ ഏരിയ. 1/2 × 12 × 16 എന്ന് വരും അല്ലേ. 1/2 × 12 × 16 ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യുമ്പോൾ 6 എന്ന് വരും. അപ്പോൾ 6 × 16 എന്ന് വന്നു എന്ത്? ഏരിയ അല്ലേ. 6 × 16 എന്ന് വന്നു ഏരിയ. അപ്പം 16 യൂണിറ്റ്സിന് സമയം എന്താണ്? 16 × 6 ആണ് അല്ലേ. അപ്പം 25 യൂണിറ്റ്സിന് സമയം എന്ത് വരും? 25 × 6 അല്ലേ വരിക. 25 × 6 = എത്ര വരും? 150. ഓക്കെ, 150. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യാം. 5/4 = എന്ത് ചെയ്താൽ മതി? 5/4 = ഇതിൻ്റെ സൈഡ് ഇതിൻ്റെ ഓപ്പോസിറ്റ് തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തീറ്റയുടെ ഓപ്പോസിറ്റ് എന്നാണ് 12. അപ്പോൾ ഇതിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3. ഈ സൈഡ് എന്ന് പറയുമ്പോൾ 15 എന്ന് വരും. ഈ സൈഡ് കണ്ടുപിടിച്ചു 15. അങ്ങനെയാണെങ്കിൽ ഏരിയ ഹാഫ് = 1/2 × 20 × 15 150 തന്നെ വരും. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. 5/4ൻ്റെ റേഷ്യോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും ഏരിയയുടെ റേഷ്യോ. 25/16. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് 96 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എത്ര ആയിരിക്കും? 16 യൂണിറ്റ്സ് 96 ആണ്. 25 എത്ര ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നല്ല ക്വസ്റ്റ്യനാണ്. നല്ല ക്വസ്റ്റ്യൻ.
ഇൻ ദ ഗിവൺ ഫിഗർ എ ബി ഈസ് പാരലൽ ടു പി ക്യു ഈസ് പാരലൽ ടു സി ഡി എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് എ ബി മൈനസ് സി ഡി ഈക്വൽ ടു 72 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയോ, ബി പി ഈസ് ടു പി സി ഈക്വൽ ടു 5:3 എന്ന് തന്നിട്ടുണ്ട്. അതായത് ബി പി ഈസ് ടു പി സി ഈക്വൽ ടു 5:3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് എ ബി ഈസ് പാരലൽ ടു പി ക്യു ഈസ് പാരലൽ ടു സി ഡി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പി ക്യു ഈസ് പാരലൽ ടു സി ഡി ആണ്. ഞാൻ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് സിമിലർ ട്രയാങ്കിൾസ് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ട്രയാങ്കിൾ ബി ക്യു പിയും ട്രയാങ്കിൾ ബി ഡി സിയും എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. കാരണം രണ്ട് പാരലൽ ലൈൻ ആവും, ഇത് രണ്ടും ഈക്വൽ, ഇത് രണ്ടും ഈക്വൽ, ഇത് കോമൺ അല്ലേ, നമ്മൾ പറഞ്ഞാണ് കുറെ. അപ്പോൾ ഇത് 5:3 ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ സൈഡ് 5, വലിയ ട്രയാങ്കിളിന്റെ സൈഡ് എന്താണ്? 8 അല്ലേ. അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, തെറ്റിക്കരുത്. അപ്പോൾ ഇത് 5 ആണെങ്കിൽ ഈ വലിയ സൈഡ് എന്തായിരിക്കും? 8 ആയിരിക്കും. അപ്പം ഇത് 5 ആണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കണം? 8 ആയിരിക്കണം അല്ലേ. അല്ലേ, അതല്ലേ നമ്മൾ സിമിലാരിറ്റിക്കകത്ത് പഠിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ട്രയാങ്കിൾ, ആ ട്രയാങ്കിൾ എല്ലാവരും കണ്ടല്ലോ. ആ ട്രയാങ്കിളിനകത്ത് ഏതാണ് സിമിലർ? ഈ കുഞ്ഞു ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണ് അല്ലേ. പക്ഷേ അതിലും റേഷ്യോ എന്ത് തന്നെയാണ്? 3:5 എന്നാണ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഇത് 3 ആയിരിക്കും, ഇത് 8 ആയിരിക്കും അല്ലേ. ഇത് 3 ആയിരിക്കും, ഇത് 8 ആയിരിക്കും. അങ്ങനെയല്ലേ സിമിലാരിറ്റി നമ്മൾ പറയുന്നത്. ഈ ട്രയാങ്കിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 3:, ഇത് 5 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും, ഇത് 8 ആയിരിക്കും. ഇത് 3 ആയിരിക്കും, ഇത് 8 ആയിരിക്കും. ഇത് 3 ആയിരിക്കും, ഇത് 8 ആയിരിക്കും അല്ലേ. അപ്പോൾ പക്ഷെ ഒരു പ്രശ്നം വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് 5 ആണെന്ന്, ഇപ്പം നമ്മൾ പറയുന്നു 3 ആണെന്ന്. ആകെ പ്രശ്നമായില്ലേ. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 5 പറഞ്ഞിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിനെയും ഈക്വൽ ആക്കണം. ഈ 5 പറഞ്ഞിടത്ത് നമ്മൾ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മളൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ പിന്നെ എന്ത് വേണം? ഈ 3 പറഞ്ഞിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിലല്ലേ ഈക്വൽ ആവുള്ളൂ, എങ്കിലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇതെത്ര വന്നു? സി ഡി ഈക്വൽ ടു 24 എന്ന് വന്നു, ഒ പി ഈക്വൽ ടു 15 എന്ന് വന്നു, എ ബി ഈക്വൽ ടു 40 എന്ന് വന്നു അല്ലേ. ഇനി ക്വസ്റ്റ്യനകത്ത് എന്താണ് തന്നേക്കുന്നത്? എ ബി മൈനസ് സി ഡി. എ ബി മൈനസ് സി ഡി, എ ബി നമ്മുടെ 40 സി ഡി നമ്മുടെ 24. അപ്പോൾ എ ബി മൈനസ് സി ഡി എന്ന് പറയുമ്പോൾ 16 യൂണിറ്റ്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. എത്ര? 72 സെൻറ്റിമീറ്റർ. നമ്മൾ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? പി ക്യൂവിൻ്റെ ലെങ്ത്. പി ക്യൂ എന്ന് പറയുമ്പോൾ എത്ര? 15 യൂണിറ്റ്സ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി 72ൻ്റെ അടുത്ത് വല്ലതും ആയിരിക്കും. 72ൻ്റെ അടുത്തൊന്നും കിടപ്പില്ല. നോക്കിയോ, അപ്പോൾ 72 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 15 എത്ര വരും? 36, 18, 4, 67.5 സെൻറ്റിമീറ്റർ. 67.5 സെൻറ്റിമീറ്റർ എന്ന് വരും. 67.5 സെൻറ്റിമീറ്റർ. ഓക്കെ, നമ്മൾ ആദ്യമേ ഈ ട്രയാങ്കിളിനകത്ത് സിമിലാരിറ്റി അപ്ലൈ ചെയ്തു. ഇത് 3:8 എന്ന് വന്നു, ദെൻ ഇത് 5:8 എന്ന് വന്നു, ദെൻ ഇത് 3:8 എന്ന് വന്നു. നമ്മൾ ഇതിനെ രണ്ടിനെ ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ ഒരു 3 കൊണ്ട് അവിടെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത്രേ ഒന്നും ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ആ ഒരു സാധനമാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ സിമിലാരിറ്റി ഇത്രയും ഞാൻ ചെയ്ത് നിർത്തുകയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒരു 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ നമുക്ക് ചെയ്യാം. അതായത് അടുത്ത ക്ലാസ്സിനകത്ത് വരുന്നത് പക്ഷേ കോൺഗ്രുവൻസിയുടെ തിയറി കഴിഞ്ഞിട്ട് ഞാൻ സെൻറ്റേഴ്സിനകത്തോട്ട് പോകും. കാരണം സെൻറ്റേഴ്സ് ഓഫ് ട്രയാങ്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെൻറ്റേഴ്സ് ഓഫ് ട്രയാങ്കിളിൽ പഠിക്കുന്നതിന് മുന്നേ നമ്മളെല്ലാ സാധനങ്ങളൊന്നും നോക്കുക, നിങ്ങൾ എന്തായാലും പഠിക്കുക. കാരണം ഇതിനകത്ത് സെൻറ്റേഴ്സിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇൻ സെൻറ്റർ, സർക്കം സെൻറ്റർ, ഓർത്തോ സെൻറ്റർ, അങ്ങനെ കുറേ സാധനങ്ങൾ വരും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഇത്രയും പഠിച്ചില്ലെങ്കിൽ പിന്നെ പോർഷൻ ഒരുപാട് പെൻഡിങ് ആവും. അപ്പോൾ അങ്ങനെ ഇട്ടേക്കരുത്. അപ്പോൾ ഇത്രയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക നന്നായിട്ട്. ഓക്കെ, എന്നിട്ട് ഈ ട്രയാങ്കിൾസിൻ്റെ സിമിലാരിറ്റിയൊക്കെ വെച്ചിട്ടുള്ള ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ കിട്ടും. പ്രീവിയസ് ഇയറിനകത്ത് കിരണിനകത്തോ MB പബ്ലിക്കേഷനകത്തോ അല്ലെങ്കിൽ രാകേഷ് യാദവിനകത്തോ, രാകേഷ് യാദവിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്തോ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കുക, സിമിലാരിറ്റിയുടെ ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ ചെയ്ത മോഡലും അതേ ടൈപ്പുള്ള മോഡലും ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ, ബിക്കോസ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.